ഹല്ലേലൂയ. കൊലോസ്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ 6-7 വാക്യങ്ങൾ. Colossians chapter 2 verse 6 and 7. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. പരമേശ്വരൻ മ്യൂട്ടാണേ. അല്ല ആകയാൽ നിങ്ങൾ കർത്താവായ ക്രിസ്തുയേശുവിനെ കൈക്കൊണ്ടതുപോലെ അവന്റെ കൂട്ടായ്മയിൽ നടപ്പീൻ. അവനിൽ വേരൂന്നിയും ആത്മീയവർദ്ധന പ്രാപിച്ചും നിങ്ങൾക്ക് ഉപദേശിച്ചു തന്നതിന് ഒത്തവണ്ണം വിശ്വാസത്തിൽ ഉറച്ചും സ്തോത്രത്തിൽ കവിഞ്ഞുവരുപ്പീൻ. ആമേൻ. സ്തോത്രം. പറഞ്ഞ ആകയാൽ നിങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിനെ കൈക്കൊണ്ടതുപോലെ അവന്റെ കൂട്ടായ്മയിൽ നടപ്പിൽ അവനിൽ വേരൂന്നിയും ആത്മീയ വർധന പ്രാപിച്ചും നിങ്ങൾക്ക് ഉപദേശത്തിന് ഒത്തവണ്ണം വിശ്വാസം ഉറച്ചും സ്തോത്രത്തിൽ കവിഞ്ഞും കൊണ്ടിരിക്കും. ഇവിടെയും ഹല്ലേലൂയ. അപ്പോസ്തലരും 3-4 കാര്യങ്ങൾ നമ്മളോട് പറയുകയാണ്. നമ്മൾ എന്താ ആദ്യം നമ്മൾ എന്താ ചെയ്യുന്നത്? കർത്താവ് യേശു ക്രിസ്തുവിനെ കൈക്കൊണ്ട്. ഹല്ലേലൂയ. അത് കഴിഞ്ഞതിന് ശേഷം അങ്ങനെ കൈക്കൊണ്ട പിന്നെ എന്തുണ്ട്? അവന്റെ ആത്മീയ കൂട്ടായ്മ നമ്മൾ നടക്കണം. അടുത്ത പറയുന്ന അവനിൽ വേരൂന്നണം. ഹല്ലേലൂയ. പിന്നെ പറയുന്ന അവനിൽ വേരൂന്ന് എന്ത്? ആത്മീയ വർധന പ്രാപിക്കണം. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് ഉപദേശത്തിന് ഒത്തവണ്ണം വിശ്വാസാൽ ഉറച്ചും നടക്കണം. അത് കഴിഞ്ഞ് സ്തോത്രത്തിൽ കവിയണം. നമ്മുടെ ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും സ്തോത്രം ചെയ്യുന്നവരാകണം. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ നമ്മൾ ആദ്യം ക്രിസ്തുവിനെ കൈക്കൊണ്ടു. ഹല്ലേലൂയ. എല്ലാവരും ക്രിസ്തുവിനെ കൈക്കൊണ്ടവരായിരിക്കും അല്ലെ? അപ്പൊ ക്രിസ്തുവിനെ കൈക്കൊണ്ടവരാണ് നമ്മൾ എല്ലാവരും. ഹല്ലേലൂയ. നമുക്ക് റോമാലേഖനം 10-ാം അധ്യായത്തിൽ 9-10 വാക്യങ്ങളൊന്ന് വായിക്കാം. എങ്ങനെയാ ക്രിസ്തുവിനെ കൈക്കൊണ്ടതെന്ന്. ഈ ദിവസങ്ങളിലെ ഹല്ലേലൂയ അനേക രക്ഷയിലേക്ക് വരാൻ വേണ്ടി ദൈവം മുഖാന്തരങ്ങൾ ഒരുക്കും. പ്രാർത്ഥിച്ചോളുക. ഹല്ലേലൂയ. ദൈവത്തിന്റെ എന്താ പറയാ, പ്രവൃത്തി വെളിപ്പെടണം. അതെങ്ങനെയാണ് ദൈവം ആൾക്കാരെ തൊടണം എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. നമ്മുടെ എല്ലാവരുടെയും ആവശ്യം എല്ലാവരും ക്രിസ്തുവിനെ അറിയാം. വായിച്ച സിസ്റ്റർ റോമാലേഖനം 9-ാം അധ്യായത്തിന്റെ 10-ാം അധ്യായം 10-ാം അധ്യായത്തിന് 9-10 അറിയാം. യേശുവിനെ കർത്താവ് എന്ന് വായ്കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും വായ് കൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയുകയും ചെയ്യുന്നു. സ്തോത്രം. ഹല്ലേലൂയ. അപ്പൊ കർത്താവ് യേശുവിനെ കർത്താവ് എന്ന് വായ്കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചു ഉയർപ്പിച്ചെഴുന്നേൽപ്പിക്കുന്ന ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. എന്നിട്ട് ഹൃദയം കൊണ്ട് നീതിക്ക് വിശ്വസിക്കുകയും വായ് കൊണ്ട് രക്ഷയ്ക്ക് ഏറ്റുപറയുകയും ചെയ്യുന്നു. ഹല്ലേലൂയ. അപ്പം എങ്ങനെയാണ് രക്ഷ വരുന്നത്? വെറുതെ അല്ല രക്ഷ വരുന്നത്. നമ്മൾ എപ്പം കർത്താവ് യേശു ക്രിസ്തുവിനെ കുറിച്ച് ഹല്ലേലൂയ ഹൃദയത്തിൽ ഏറ്റുപറഞ്ഞാൽ രക്ഷ വരും. ഹല്ലേലൂയ. അപ്പൊ രക്ഷ അവിടെ വരും. ഹൃദയത്തിൽ എന്താ? യേശുവിനെ കർത്താവ് എന്ന് വായിക്കൊണ്ട് ഏറ്റുപറയും, ദൈവം മരിച്ചു ഉയർത്തെഴുന്നേറ്റ് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വേണം. അപ്പൊ കർത്താവ് യേശു ക്രിസ്തു മരിച്ചു ഉയർത്തെഴുന്നേറ്റു. ഒരു കൂട്ടർ പറയുന്നുണ്ട് യേശു കർത്താവ് മരിച്ചിട്ടില്ല. ഹല്ലേലൂയ. യേശു കർത്താവ് അങ്ങനെ തന്നെ ഭൂമിയിൽ നിന്ന് അങ്ങനെ തന്നെ സ്വർഗത്തിലോട്ട് പോയതേ ഉള്ളൂ. മരിച്ചിട്ടില്ല. കർത്താവിന് മരിക്കാൻ പറ്റത്തില്ല. ദൈവമല്ലേ മരിക്കുന്ന എങ്ങനെയാണ്? ഹല്ലേലൂയ. ഇവിടെ കൃത്യമായിട്ട് പറയുന്ന കർത്താവ് യേശു ക്രിസ്തു മരിച്ച് എന്നിട്ട് ഉയർത്തെഴുന്നേറ്റു. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും മരിക്കണം എന്ന് മരിച്ച് സ്നാനം എന്ന് പറയുന്നത് അവർ മരിച്ചു കുഴിച്ചിടില്ലെന്ന് തന്നെയാണ് വിശ്വസിക്കുന്ന കാര്യം. കാരണം പഴയ മനുഷ്യൻ മരിക്കണം. ഹല്ലേലൂയ. ഇവിടെ പറഞ്ഞ കർത്താവ് യേശു ക്രിസ്തു മരിച്ചു, എന്നിട്ട് ഉയർത്തെഴുന്നേറ്റ് ഹൃദയത്തെ നമ്മൾ വിശ്വസിക്കണം. അപ്പൊ മരിച്ചെന്ന് മാത്രം പോരാ. ചില ആൾക്കാർ അവിടെ കൊണ്ട് പറയും മരിച്ച് കഴിഞ്ഞു, പിന്നെ ആരും. പക്ഷേ ഇവിടെ മരിക്കുകയല്ല, മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ് തിരുവെഴുത്തുകൾ പ്രകാരം തന്നെയാണ് മരിച്ചിട്ട് ഉയർത്തെഴുന്നത്. ഞാൻ മുന്നമേ ഇതെല്ലാം പറയാം. അപ്പൊ ഉയർത്തെഴുന്നേറ്റൊന്ന് വിശ്വസിക്കുക, ഹൃദയത്തിൽ വിശ്വസിക്കുക. അപ്പൊ വായ് കൊണ്ട് എന്താ ഏറ്റു പറയുന്നത്? യേശു കർത്താവ് എന്ന് ഏറ്റു പറയണം. ഓരോരുത്തർക്ക് യേശു ദൈവമാണ്. ഹല്ലേലൂയ. അവർക്ക് കർത്താവാണെന്ന് അവർ ഏറ്റു പറയുന്നില്ല. ഹല്ലേലൂയ. അവരുടെ കർത്തൃത്വം അങ്ങോട്ട് കൊടുക്കുന്നില്ല. ഹല്ലേലൂയ. അപ്പൊ ഇത് കൊടുക്കാത്തതിന്റെ കാര്യം റോമാലേഖനത്തിൽ തന്നെ പറയുന്നത്, പലർക്കും സത്യം അറിഞ്ഞാലും അവർക്കത് നിലനിൽക്കാൻ നിൽക്കാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ട് പലരും അത് പറയുന്നില്ല. ഇത് ഇപ്പൊ നമ്മൾ വായിച്ചതിനകത്ത് പറഞ്ഞ് ആദ്യം നമ്മള് കർത്താവിനെ എന്താ സ്വീകരിക്കുക, അല്ലെ കർത്താവിന് ഏറ്റു പറഞ്ഞിട്ട് അടുത്ത ഏറ്റു പറഞ്ഞു പിന്നെ എന്താ ചെയ്യണമെന്ന് അടുത്ത് പറയുന്നത്, അതിൽ നിലനിൽക്കണം. ഹല്ലേലൂയ. അതിൽ തന്നെ ഉറച്ചു നിൽക്കണം. ഹല്ലേലൂയ. ഓടിപ്പാൻ പാടില്ല. അപ്പൊ ഇതാണ് എല്ലാവർക്കും പ്രയാസം.
അല്ല, ഇവിടെ ഞാൻ പറയുന്നത് നമ്മുടെ ഈ ദേശത്ത് തന്നെ ഒരുപാട് ആൾക്കാർ വിശ്വാസത്തിൽ വന്നവരുണ്ടായിരുന്നു എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഹാലേ, ഒത്തിരി വിശ്വാസം. പക്ഷെ അവരെല്ലാവരും അത് നിലനിന്നോ വെച്ച് ഇല്ല, അവരെല്ലാവരും മടങ്ങി അവരുടെ പഴയതിലേക്ക് പോയി. അപ്പൊ അതിനെ അവർക്ക് വിശ്വാസി എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം വിശ്വാസി എന്ന് പറയണമെങ്കിൽ, അല്ലെങ്കിൽ ഹാലെ ദൈവത്തിന്റെ മക്കളാണെന്ന് പറയണമെങ്കിൽ അതിൽ നിലനിൽക്കണം. ഹാലേലിയ. അടുത്തവള് കൊലസ്ലേഖത്തിൽ വായിച്ചത് ഹാലേലിയ. ആമി അതില് ആമി ഹാലെ നിലനിൽക്കണം. ഹാലെ കണ്ടിന്യൂ ഇൻ ഹിം എന്നാണ് അത് ഇംഗ്ലീഷ്. ആമി നമ്മള് അതില് ആമി സ്റ്റാർട്ട് ചെയ്ത് ഹാലെ എല്ലാവരും ഹാലെ സ്റ്റാർട്ട് ചെയ്ത്, പക്ഷേ നമ്മുടെ വിശ്വാസം വളരുന്നു, നമ്മളതിൽ നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ്. വിശ്വാസം സ്നാനപ്പെട്ടത് കൊണ്ട് മാത്രം നമ്മളെ ആമി വിശ്വാസി എന്ന് പറയാൻ പറ്റത്തില്ല. ഹാലെ സ്നാനപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ അതിൽ തന്നെ നിലനിൽക്കണം. ഹാലെ ലൂയ. 1 തിമോഥെയോസ് 4-ാം അധ്യായത്തിന്റെ 16-ാം വാക്യം ഒന്ന് വായിക്കുന്നു സിസ്റ്റർ. 1 തിമോത്തി 4-ാം അധ്യായത്തിന്റെ 16-ാം വാക്യം. നിന്നെ തന്നെയും ഉം, ഉപദേശത്തെയും സൂക്ഷിച്ചുകൊള്ളുക, ഉം, ഇതിൽ ഉറച്ചു നിൽക്കുക. ഉം. അങ്ങനെ ചെയ്താൽ നീ നിന്നെയും നിന്റെ പ്രസംഗം കേൾക്കുന്നവരെയും രക്ഷിക്കും. ആമേൻ. കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് ഹാലേലിയ ആമി ഇവിടെ നമ്മുടെ തിമോഥെയോസിന് പറയുന്നത്, നിന്നെ തന്നെയും ഉപദേശത്തെയും സൂക്ഷിച്ചു കൊള്ളുക. അപ്പൊ നമ്മൾക്ക് കേൾക്കുന്ന ആദ്യം നമ്മൾ ആരെ സൂക്ഷിക്കണം? നമ്മൾ സൂക്ഷിക്കണം. നമുക്ക് ഉപദേശമുണ്ട്, പ്രസംഗമുണ്ട്, ഹാലയിൽ എല്ലാം ഉണ്ട്. പക്ഷെ നമ്മളെ സൂക്ഷിക്കാൻ നമുക്ക് പറ്റുന്നില്ലെങ്കിൽ പോയി. അപ്പൊ നമ്മളെ ആദ്യം സൂക്ഷിക്കണം, എന്നിട്ട് ഉപദേശത്തെ സൂക്ഷിക്കണം. എന്നിട്ട് എന്താ പറയാ ആമേ ഹാലെ സൂക്ഷിച്ച് ഇതിൽ ഉറച്ചു നിൽക്കുക. അപ്പൊ നമ്മളുടെ അതിനു മുമ്പ് പറയുന്നുണ്ട് ഹാല എന്തൊക്കെയാണെന്ന് പറയുന്നുണ്ട്. ആമേ വായന, പ്രബോധനം, ഉപദേശം എന്നിവയെ ശ്രദ്ധിച്ചു കൊള്ളണം. മൂപ്പന്മാരുടെ കൈവയ്പിനാൽ ലഭിച്ചത് ജ്വലിപ്പിക്കണം. ഹാലേലിയ. ഉപേക്ഷ വിചാരിക്കില്ല നമ്മൾ കൃപാവരങ്ങൾ. അങ്ങനെ ആമേ ഹാലേലിയ എന്താ പറയാ, നമ്മുടെ അഭിവൃദ്ധി എല്ലാവർക്കും പ്രസിദ്ധമായി തീർന്ന് കരുതിക്കൊള്ളണം, അതിൽ തന്നെ ഇരുന്നു കൊള്ളണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് തിമോഥെയോസിന് പറയുന്നത്, നിന്നെ തന്നെയും ഉപദേശത്തെയും സൂക്ഷിച്ചു കൊള്ളുക. അങ്ങനെ ചെയ്താൽ നീ നിന്നെയും നിന്റെ പ്രസംഗം കേൾക്കുന്നവരെ രക്ഷിക്കും. അപ്പൊ നമ്മൾ അങ്ങനെ ചെയ്താലേ നമ്മളെ രക്ഷിക്കാൻ പറ്റത്തുള്ളൂ, നമ്മുടെ പ്രസംഗം കേൾക്കുന്നവരെ രക്ഷിക്കാൻ പറ്റത്തുള്ളൂ. ഇല്ലെങ്കിൽ നമ്മളും രക്ഷപ്പെടത്തില്ല, പ്രസംഗം കേൾക്കുന്നവരും രക്ഷപ്പെടത്തില്ല. കാരണം ചില സഭയിലൊക്കെ കണ്ടിട്ടില്ലേ, പാസ്റ്റർമാരൊക്കെ ഹാലേലിയ ഭയങ്കര പ്രസംഗമൊക്കെ, പക്ഷേ ഒരാൾക്ക് പോലും ഒരു വ്യത്യാസവും ഇല്ല. പണ്ടവര് ജാതിയിലായിരുന്നപ്പോ എങ്ങനെയായിരുന്നു? ഹാലേലൂയ. അവര് പാരമ്പര്യത്തിലായിരുന്നപ്പോ എങ്ങനെയായിരുന്നു? അങ്ങനെ തന്നെ ഇപ്പുറത്തോട്ട് ഒറ്റ പ്രത്യേകത എന്താ? അവർ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, ഒരു സഭയിൽ പോകുന്നുണ്ട്, അല്ലെ കർത്താവിന്റെ മേശ എടുക്കുന്നുണ്ട്, ഇതെന്താന്ന് പോലും തിരിച്ചറിവില്ല. ഹാലയില്ല. ആ ജീവിതത്തെ കുറിച്ച് എങ്ങനെ നമ്മൾ ജീവിക്കണം എന്നുള്ളതിനെ കുറിച്ച് അടിസ്ഥാനപരമായ ഉപദേശങ്ങളിൽ പോലും അവർക്ക് അറിവില്ലായ്മയാണ്. അപ്പൊ അതെന്തുകൊണ്ടാ സംഭവിക്കുന്നത് വെച്ചാ ഹാലേലിയ ആമേൻ തന്നെത്താൻ സൂക്ഷിക്കുന്നില്ല, മറ്റുള്ളവരെ സൂക്ഷിക്കാൻ കഴിയുന്നില്ല. അതാണ് അതിനകത്ത് വരുന്ന സംഭവം. അവർക്ക് ആമേ അതിന് നിലനിൽക്കാൻ പറ്റുന്നു, ഉപദേശിക്കും, പക്ഷെ നിലനിൽക്കാൻ പറ്റുന്നില്ല. ഹാലേലൂയ. ആമേ. തിമോഥെയോസിന്റെ തന്നെ 2 തിമോഥെയോസ് 3-14 പറഞ്ഞിട്ടുണ്ട്. ഈ നിലനിൽക്കുക എന്നുള്ള വലിയ ഇമ്പോർട്ടന്റ്, അതുകൊണ്ട് കൂടുതൽ വാക്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. 2 തിമോത്തി 3-ന്റെ 14-15. നീയോ ഇന്നുവരോട് പഠിച്ചു എന്ന് ഓർക്കുകയും ക്രിസ്തുയേശുവിലുള്ള വിശ്വാസത്താൽ നിന്നെ ജ്ഞാനിയാക്കുവാൻ മതിയായ തിരുവെഴുത്തുകളെ ബാല്യം മുതൽ അറിയുകയും ചെയ്യുന്നത് കൊണ്ട് നീ പഠിച്ചും നിശ്ചയം പ്രാപിച്ചും ഇരിക്കുന്നതിൽ നിലനിൽക്കുക. ആമേൻ. ഹാലേലൂയ. ഇവിടെ പറയുന്നേ ആമേൻ ഹാലേലൂയ. നീയോ ഇന്നവരോട് പഠിച്ചു എന്ന് ഓർക്കുകയും ക്രിസ്തുവേശുള്ള വിശ്വാസത്താൽ നിന്നെ രക്ഷയ്ക്ക് ജ്ഞാനിയാക്കാൻ മതിയായ തിരുവെഴുത്തുകളെ ബാല്യം മുതൽ അറിയുകയും ചെയ്യുന്നത് കൊണ്ട് നീ പഠിച്ചും നിശ്ചയം പ്രാപിച്ചിരിക്കുന്നതിൽ നിലനിൽക്കുക. നമ്മൾ പഠിക്കും, കേൾക്കും, ഹാലേലിയ ആമെ വായിക്കും, പക്ഷെ അതിൽ നിലനിൽക്കണം. ഹാലേലിയ. അപ്പൊ നിലനിന്നാൽ മാത്രമേ ഹാലേലുയ കേൾക്കുന്ന വചനമാണെങ്കിൽ പോലും എന്താണ് നമ്മളിൽ നിലനിൽക്കണം. ഇതിലെ കേട്ട് ഇതിലെ പോയി എന്ത് പ്രയോജനമുള്ള? ഹാലേലൂയ. എന്നാ എപ്പോഴും കേൾക്കല, എപ്പൊ നോക്കിയാലും വചനം കേൾക്കല. പക്ഷെ അതിൽ കേട്ടത് ഞാൻ ഇന്നലെ കഴിഞ്ഞ ദിവസം കണ്ട ആരോട് ഞാൻ പറയുന്നത്, നമ്മള് 10-30 വർഷം മുമ്പുള്ള കാര്യങ്ങൾ വരെ ഹൃദയത്തിലുണ്ട്. ഇന്ന് രാവിലെ കേട്ട വചനം ഏതാന്ന് വൈകുന്നേരം ചോദിച്ചാൽ അറിയത്തില്ല.
ഞങ്ങളുടെ കുഞ്ഞു ചിലപ്പോഴും പറയും, അമ്മ എനിക്കറിയാം എനിക്ക് ഇന്ന് ഉണ്ട്, പക്ഷെ എനിക്ക് കിട്ടുന്നില്ല, ആ സ്റ്റാർട്ടിങ് ഒന്ന് പറഞ്ഞു തന്നെ, ഒരു ക്ലൂ തന്നെ എന്നൊക്കെ പറയുമ്പോൾ എൻ്റെ അടുത്ത്. അല്ലല്ലേ? കാരണം ആമേൻ സ്തോത്രം. കാരണം വെച്ചാൽ അതാണ് നമ്മുടെ മനുഷ്യൻ. ഹാലല്ലേ? ആമേ 30 വർഷം മുമ്പ് ആമേ ആ ഉള്ള കാര്യങ്ങൾ ഇപ്പോഴും നമ്മൾ പറയും. എന്താ പറയുന്നത്? അന്ന് നീ എന്നെ കൂടെ അങ്ങനെ ചെയ്തില്ലായിരുന്നു, ഇന്ന് അങ്ങനെ ചെയ്തില്ലായിരുന്നു, ഹാലല്ലേ ഇന്ന് പറയുന്ന അവസ്ഥയാണ്. പക്ഷേ ഇന്ന് രാവിലെ കേട്ട വചനം എന്തെന്ന് വൈകുന്നേരം ചോദിച്ചാൽ മതി. നമ്മൾ സഭയിലൊക്കെ പോയി ആരാധിച്ചൊക്കെ ഇറങ്ങും. ഹാലേ ഭയങ്കര സൂപ്പറായിരുന്നു കേട്ടോ വചനമൊക്കെ, നല്ല ആരാധനയായിരുന്നു കേട്ടോ, നല്ല ആമേ ശുശ്രൂഷയായിരുന്നു. എന്തായിരുന്നു സിസ്റ്റർ ഇന്ന് വചനം? അത് അടിപൊളിയായിരുന്നു, പക്ഷെ അതെന്താ അത് എന്ന് ചോദിച്ചാ ഹാലേലിയ നമ്മളൊന്ന് തപ്പും. ഹാലേ കാരണം ഹൃദയത്തിലേക്ക് കയറുന്നില്ല. ഹാലെ അത് നിലനിൽക്കുന്നില്ല. ഹാലേ ലൂയ. ആമേ ശത്രു വന്ന് പെട്ടെന്ന് എടുത്തോണ്ട് പോകുന്നു. കാരണം എന്താ കേട്ടെ, നമുക്കതിൽ പാഴത്തിൽ നമ്മൾ വേരൂന്നുന്നില്ല. ഹാലേ അപ്പൊ ക്രിസ്തുവിൽ നമ്മൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ അവരിൽ നിലനിൽക്കണം. എവിടെ നിലനിൽക്കണം? സഭയിൽ നിലനിൽക്കണമെന്നല്ല പറഞ്ഞേക്കുന്നേ. എല്ലാരും വിശ്വാസത്തിൽ വന്നിട്ട് നിൽക്കുന്നുണ്ട്. ഞങ്ങൾ അന്ന സഭയിലെ മെമ്പേഴ്സാണ്, ഇന്നടത്ത് പോകുന്നുണ്ട്, ഇന്നടത്ത് ആരാധിക്കുന്നുണ്ട്, ഞങ്ങൾ അതിൽ നിൽക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ പറഞ്ഞേക്കുന്ന അവിടെ നിൽക്കാനല്ല, നിങ്ങൾ ക്രിസ്തുവിൽ നിലനിൽക്കണം എന്ന് പറഞ്ഞേക്കുന്നു. ഹാലൂയ. അപ്പൊ ക്രിസ്തു എങ്ങനെയാണോ അതുപോലെ നിൽക്കണേ, ക്രിസ്തുവിൽ നിലനിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഹാലൂയ. അപ്പൊ നമ്മള് ക്രിസ്തുവിൽ നിലനിൽക്കണമെങ്കിൽ ക്രിസ്തുവിന്റെ ഉപദേശങ്ങൾ നിലനിൽക്കണം. അങ്ങനെയല്ലേ? ക്രിസ്തുവിൽ നിലനിൽക്കുക ക്രിസ്തുവിന്റെ ഉപദേശങ്ങൾ നിലനിൽക്കണം. ഒരു മനുഷ്യന്റെ ഉപദേശങ്ങളല്ല നിലനിൽക്കേണ്ടുന്നത്. മനുഷ്യൻ പറഞ്ഞ കുറച്ച് ചട്ടക്കൂട്ടിൽ നിന്നത് കൊണ്ട് ഒരു പ്രയോജനമില്ല. ക്രിസ്തുവിലായാൽ ഒരു ക്രിസ്തുവിലായ ക്രിസ്തുവിൽ നിലനിൽക്കണം. അപ്പൊ ക്രിസ്തുവിന്റെ ഉപദേശത്ത് നിലനിൽക്കണം. അപ്പൊ ക്രിസ്തുവിന്റെ വചനത്തിലൂടെ നിലനിൽക്കണം. ലൂയ. ഇവിടെ അതുകൊണ്ട് തിമോത്തിയോസിന്റെ പറയുന്ന നീ ക്രിസ്തുവിനുള്ള ഇന്നവരോട് പഠിച്ചു എന്ന് ഓർത്തുകയും ക്രിസ്തുവേശ വിശ്വാസം നിന്നെ രക്ഷയ്ക്ക് ജ്ഞാനിയാക്കാൻ മതിയായ തിരുവെഴുത്തുകളെ. അപ്പൊ രക്ഷയ്ക്ക് ജ്ഞാനിയാക്കാൻ മതിയായ തിരുവെഴുത്തുകളെ. പൗലോസ് പറഞ്ഞേ, ഞാൻ പഠിപ്പിച്ചത് കേട്ട് നീ നിൽക്കണമെന്നല്ല, നിന്നെ രക്ഷയ്ക്ക് ജ്ഞാനിയാക്കുക. രക്ഷ വരണമെങ്കിൽ എന്താ? ജ്ഞാനം വേണം ദൈവത്തിന്റെ. പരിശുദ്ധാത്മാവിലല്ല ഒരുവൻ യേശു കർത്താവെന്ന് പറയാൻ സാധിക്കത്തില്ല. അപ്പൊ രക്ഷയ്ക്ക് ജ്ഞാനിയാക്കിയ ദൈവത്തിന്റെ തിരുവെഴുത്തുകളെ. ഹാലൂയ. ഇവിടെ തിമോഥെയോസിനെ ബാല്യം മുതലേ പഠിച്ചു. കാരണം അമ്മയും അമ്മൂമ്മയൊക്കെ പ്രാർത്ഥിക്കുന്നവരായിരുന്നത് കൊണ്ട് അത് നമുക്കറിയാം. ബാല്യം മുതൽ അതറിയായിരുന്നു. അതുകൊണ്ട് നമുക്ക് ബാല്യം മുതൽ അറിയാനൊന്നും പറ്റിയിട്ട് എന്നാലും പോട്ടെ. ഹാലില്ല. ഇവിടെ മതിയത്തിന്റെ ബാല്യം ചെയ്യുന്നത് കൊണ്ട് നീ പഠിച്ചും നിശ്ചയം പ്രാപിച്ചിരിക്കുന്നത് നിലനിൽക്കുക. അപ്പൊ പഠിച്ചതും നമുക്ക് നിശ്ചയമുള്ളത്, ഉറപ്പുള്ളത്, ഇത് ദൈവത്തിൻ്റെത് തന്നെയാണെന്ന്, ഇത് കർത്താവിന്റെ തന്നെയാണെന്ന് ഉറപ്പുള്ളത് നിലനിൽക്കണം. ലൂയ. ചില ആൾക്കാർക്ക് വചനത്തിൽ നിലനിൽക്കുന്നതിനെക്കാട്ടി, ഉറയ്ക്കുന്നതിനെക്കാട്ടി, ക്രിസ്തുവിന്റെ വചനത്തിൽ നിലനിൽക്കുന്നതിനെക്കാട്ടി, ഉപദേശം നിലനിൽക്കുന്നതിനെക്കാട്ടി ഇഷ്ടം മാനുഷ്യമായ ഉപദേശങ്ങൾ നടക്കാനാണ്. ഇപ്പൊ കത്തോലിക്ക സഭയൊക്കെ എടുത്തു കഴിഞ്ഞുള്ളതാണ്. കാരണം അവിടെ ക്രിസ്തുവിന്റെ വചനമേ ഇല്ല. അവരാളാണ്. ആണെന്ന് വെച്ചാൽ ആണ്. എന്താ നമ്മൾ ഇന്ന ചർച്ചിലെ ആൾക്കാരാ. ചില ആൾക്കാർ തോമസ് നേരിട്ട് വന്ന് സ്ഥാപിച്ച ചർച്ച ഞങ്ങളുടെ കുടുംബത്തിൽ നേരിട്ട് വന്നിട്ടുണ്ട്. പണ്ടങ്ങളുടെ അപ്പനപ്പൂപ്പന്മാരെടുത്ത് വന്നിട്ടെന്ന് വെച്ചാൽ ഇപ്പൊ നമുക്കെന്താ കാര്യം? നമ്മളിപ്പോ ഇവിടെ നിൽക്കുന്നത്. അതുകൊണ്ട് അവർക്ക് ഹാലില്ല. ഇപ്പൊ ഇവര് കത്തോലിക്ക സഭയുടെ പഠിപ്പിക്കനുസരിച്ച് കള്ളുകുടിക്കാം, ബാർ നടത്താം. ഏറ്റവും കൂടുതൽ അബ്കാരി കോൺട്രാക്ടേഴ്സ്, അബ്കാരി മുതലാളിമാർ ആരെന്ന് വെച്ചാൽ ക്രിസ്ത്യൻസാ. അവര് കുടിക്കുന്നത് മാത്രമല്ല, നാട്ടുകാരെ മൊത്തം കുടിപ്പിക്കുക. അവർക്ക് ബാറ് നടത്താം, പലിശക്ക് കാശ് കൊടുക്കാം, എന്ത് കാര്യത്തിനും പോകാം. എന്നാണ് അവരെ പഠിപ്പിക്കുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒന്നും ദൈവം പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞിട്ടില്ല. താലന്ത് പൈസ കൊടുത്തപ്പോ കർത്താവ് പറഞ്ഞിട്ടില്ല നീ കൊണ്ട് വാണിഭക്കാർക്ക് കൊടുത്തിരുന്നെങ്കിൽ എനിക്ക് ലാഭമെങ്കിലും കിട്ടിയായിരുന്നു എന്ന് പറഞ്ഞ് അതും കൊടുക്കാന്നാണ്. അപ്പൊ അവർക്ക് വേണ്ടുന്ന വചനമൊക്കെ അവരെടുത്ത് വളച്ചൊടിച്ചിട്ട് കർത്താവ് യേശുക്രിസ്തു വൈൻ ഉണ്ടാക്കിയത് കൊണ്ട് കർത്താവ് യേശുക്രിസ്തു കള്ളു കുടിക്കുന്ന സപ്പോർട്ടാണെന്ന് പറയുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് അത്രയ്ക്ക് ബോധമുണ്ട് എന്ന് വെച്ചാൽ അവരെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്ന അതാണ്. സകലതും ഫ്രീ ആക്കിയിട്ട് ഫ്രീ ആയി കൊടുക്കാൻ പറയാം. ഇന്ന് വിദ്യാഭ്യാസത്തെ ഏറ്റവും കൂടുതൽ കച്ചവടമാക്കുന്ന ക്രിസ്ത്യാനികൾ തന്നെയാണ്. എഡ്യൂക്കേഷൻ നമ്മൾ പഠിക്കുന്നത്, ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് പോലും പഠിക്കുന്നത് ഹോസ്പിറ്റല്, സ്കൂളുകള്, കോളേജുകള്, ഇങ്ങനെയുള്ള വേറെ ഒന്ന് രണ്ട് കാര്യങ്ങൾ. ഇതൊക്കെ ശരിക്കും പറഞ്ഞ പ്രോഫിറ്റ് മേക്കിംഗ് കമ്പനി കൺസേൺസ് അല്ല.
കാരണം അവിടെ അതുകൊണ്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പോലെ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ പോലും പാടില്ല. നമ്മൾ ഫൈനൽ അക്കൗണ്ട് ചെയ്യുന്ന എല്ലാ ബിസിനസ്സുകാർക്കും ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആണ് ബാലൻസ് ഷീറ്റ്. പക്ഷേ സ്കൂളുകൾ, കോളേജുകൾ, ഹാലേരിയ ഹോസ്പിറ്റൽസ്, കുറച്ച് ഉണ്ട് അങ്ങനെയുള്ള സ്ഥാപനങ്ങളൊന്നും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പോലും എഴുതാൻ പാടില്ല എന്നാണ്. അവിടെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് എന്ന് എഴുതാൻ പാടുള്ളൂ. അല്ലെ, ഇതൊക്കെ ചാരിറ്റി ഇൻസ്റ്റിറ്റ്യൂഷൻസിനകത്ത് വരുന്ന കാര്യങ്ങൾ. പക്ഷെ ഇന്ന് ചാരിറ്റി ആണോ ചെയ്യുന്നത്? അവിടെയൊക്കെ അവിടെ എല്ലാം പ്രോഫിറ്റ് മേക്കിംഗ് ആണ്. ഒരു രോഗിയെ കിട്ടിയാൽ എത്രത്തോളം അവനെന്ന് പിഴിയാവുന്ന നോക്കുന്നു ഹാല, എത്രത്തോളം ലാഭം ഉണ്ടാക്കാന്ന്. ഓരോ ഡോക്ടർമാർക്ക് ടാർഗറ്റ് കൊടുത്തേക്കാണ് ഹാലയിലെ ഹോസ്പിറ്റലൊക്കെ ചോദിച്ചാൽ പറയാ അവർക്ക് ടാർഗറ്റ് എത്ര ഇത്രയും ടെസ്റ്റുകൾ അവർ നടത്തിയിരിക്കണം. ഹാല എവിടേക്ക് പോവുക ഹാല. അപ്പൊ ഞാൻ പറയാം അത് ക്രിസ്ത്യൻ സ്ഥാപനങ്ങൾ, മറ്റുള്ള സ്ഥാപനങ്ങളെ കുറിച്ച് ഞാൻ പറയുന്നത് കാരണം ക്രിസ്ത്യൻ സ്ഥാപനങ്ങൾ ഹാലയിലെ അപ്പൊ കർത്താവ് യേശു ക്രിസ്തുവിന്റെ ഉപദേശത്തിൽ അവർ നിലനിൽക്കുന്നില്ല, പക്ഷെ പേരുപയോഗിക്കുന്നുണ്ട്. ഹാലേലിയ. അപ്പൊ ഉപദേശങ്ങൾ, ആരുടെ ഉപദേശം? ക്രിസ്തുവിന്റെ ഉപദേശത്തിൽ നിലനിൽക്കണം എന്നുള്ളതാണ് ഹാലേലിയ. ഇവിടെ അടുത്ത ഒരു വാക്യം കൂടെ വായിക്കാം ആ ഭാഗത്ത് നിന്ന് തന്നെ. കൊലോസ്യ ലേഖനം 1:23 വരെ വായിച്ചു. ആകാശത്തിൻ കീഴെ സകല സൃഷ്ടികളുടെയും ഇടയിൽ ഘോഷിച്ചും പൗലോസ് എന്ന ഞാൻ ശുശ്രൂഷകനായി തീർന്നും നിങ്ങൾ കേട്ടുമിരിക്കുന്ന സുവിശേഷത്തിന്റെ പ്രത്യാശയിൽ നിന്ന് നിങ്ങൾ ഇളകാതെ അടിസ്ഥാനപ്പെട്ടവരും സ്ഥിരതയുള്ളവരുമായി വിശ്വാസത്തിൽ നിലനിന്നുകൊണ്ടാൽ അങ്ങനെ അവന്റെ മുമ്പിൽ നിൽക്കും. നിങ്ങൾ കേട്ട സുവിശേഷത്തിന്റെ പ്രത്യാശ നിങ്ങൾ ഇളകാതെ അടിസ്ഥാനപ്പെട്ടവരും സ്ഥിരതയുള്ളവരുമായി വിശ്വാസം നിലനിന്നുകൊണ്ടാൽ അങ്ങനെ അവന്റെ മുമ്പിൽ നിൽക്കും. ഹാലേ, നമ്മൾ കേട്ട സുവിശേഷത്തിന്റെ പ്രത്യാശ എന്താ? സുവിശേഷത്തിന്റെ പ്രത്യാശ എന്തിനാ നമ്മളൊക്കെ രക്ഷിക്കപ്പെട്ടത്? നമ്മുടെ കർത്താവിന്റെ വരവിനെ അല്ലെങ്കിൽ നമ്മൾ നിത്യതയിലേക്ക് പോകാം, നമുക്ക് ലഭിക്കുന്ന നിത്യതയാണ് നമ്മുടെ പ്രത്യാശ. ഇതാണ് സുവിശേഷം നമ്മൾ കേട്ട പ്രത്യാശ. അല്ലാതെ ഇവിടെ എന്തെങ്കിലും കിട്ടുമെന്നല്ല കേട്ടത്. പ്രാർത്ഥിക്കാൻ പോയിട്ട് എന്ത് കിട്ടിയെന്ന് പലരും ചോദിക്കാറുണ്ടല്ലേ. ഈ ബൈബിൾ എടുത്ത് കൈ പിടിച്ചിട്ട് എന്ത് കിട്ടി, ഇത്ര ഒച്ചത്തിൽ കിടന്ന് വെള്ളം വെച്ചിട്ട് എന്ത് കിട്ടിയെന്നാണ് ചോദിക്കുന്നത്. എന്ത് കിട്ടി? അപ്പൊ ഇവിടെ കിട്ടുന്നതിനെ നോക്കിക്കൊണ്ടല്ല വിശ്വാസത്തിൽ വേണ്ടുന്നത്. എന്താ പറയാ? സുവിശേഷത്തിന്റെ പ്രത്യാശ, അത് നമ്മുടെ നിത്യജീവനാണ്. ഹാലേലിയ. ആ പ്രത്യാശ നമ്മളുള്ളത്. അപ്പൊ ആ പ്രത്യാശ ഇവിടെ പറഞ്ഞ അതിനൊക്കെ അതിൽ നിങ്ങൾ ഇളകാതെ അടിസ്ഥാനപ്പെട്ടത്. ഈ ലോകത്ത് എന്തൊക്കെ സംഭവിച്ചെന്ന് പറഞ്ഞാല് ഇന്നിപ്പം ഈ ലോകം അവസാനിക്കാൻ പോകുന്ന ആർക്കെങ്കിലും ഭയമുണ്ടോ ഇരിക്കുന്ന കൂട്ടത്തില്? ഉണ്ടോ? ഹാലേലിയ. ലോകം അവസാനിക്കാൻ പോവാ, എന്തിനാ ഭയക്കുന്നേ? നമുക്ക് ഇവിടുത്തെ ജീവിതമല്ല അടുത്ത ജീവിതം കൂടി കിട്ടണ്ടേ? ഹാലേലിയ. ഇവിടത്തെക്കാട്ടി മനോഹരമായ ജീവിതമല്ല. ഇവിടെയാണ് കണ്ണുനീരുണ്ട്, സങ്കടമുണ്ട്, പ്രയാസമുണ്ട്, മുറവിളിയുണ്ട്, കഷ്ടതയുണ്ട്, ഇതൊക്കെ. പക്ഷെ ഇതൊന്നും ഇല്ലാത്ത സന്തോഷം മാത്രമുള്ളൊരു ജീവിതം നമുക്കുണ്ട്. അപ്പൊ പിന്നെ മരണത്തെ ഭയപ്പെടേണ്ട കാര്യമുണ്ടോ? ഇല്ല. ഹാലേലിയ. ഇവിടെ മരിച്ചാലും നമ്മൾ ജീവിക്കും. ഹാലേലിയ. കർത്താവിനോടൊപ്പം ജീവിക്കും. ഹാലേലിയ. യുഗായുഗങ്ങളോളം ജീവിക്കും. ഇവിടെ അതുകൊണ്ട് നമുക്ക് ഇന്ന് ലോകം അവസാനിക്കെന്ന് പറഞ്ഞാൽ യഥാർത്ഥ വിശ്വാസം ഒന്നും ഭയപ്പെടത്തില്ല, സന്തോഷിക്കത്തതേ ഉള്ളൂ. ഹാലേലിയ. അപ്പൊ ആ പ്രത്യാശ, സുവിശേഷത്തിന്റെ പ്രത്യാശ നമുക്കുള്ളത് കൊണ്ട് നമ്മൾ ഇളകാതെ അടിസ്ഥാനപ്പെട്ട സ്ഥിരതയുള്ള വിശ്വാസം നിലനിന്നാൽ കൊണ്ടാൽ അങ്ങനെ അവന്റെ മുമ്പ്. അപ്പൊ നമ്മൾ വിശ്വാസം നിലനിന്നാൽ മാത്രമാണ് കർത്താവിന്റെ മുമ്പ് നിൽക്കുക. വിശ്വസിച്ച് ഒരിക്കൽ വിശ്വസിച്ച് ഞാൻ സ്നാനപ്പെട്ടു, രക്ഷിക്കപ്പെട്ടു എന്നൊക്കെ പറയാൻ ഞാൻ കഴിഞ്ഞ ദിവസം ഇങ്ങനെ നമുക്ക് പറയുമ്പോ എല്ലാ കാര്യങ്ങളും പറയണല്ലോ. കാരണം വെച്ചാ ഞാനിങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ആലോചിച്ച് നമുക്ക് പറ്റാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കുമ്പോൾ അത് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരെ കുറിച്ച് നമുക്കൊരു ഭയങ്കര മതിപ്പ് വരും. ഞാൻ കഴിഞ്ഞ ദിവസം ഇങ്ങനെ ആലോചിച്ചു, നമ്മൾ ഇപ്പം ആരാണെങ്കിലും ഹോസ്പിറ്റലാണെങ്കിലും ഒക്കെയാണ് നമുക്ക് ഇപ്പം ബെഡ് റിട്ടേൺ ആയിട്ടുള്ളവരൊക്കെ ആണെങ്കിൽ ശുശ്രൂഷിക്കാനൊക്കെ നമുക്കൊരു ലിമിറ്റേഷൻ ഉണ്ട്. കാരണം വെച്ചാൽ നമുക്ക് നമ്മുടെ മൈൻഡ് അക്സെപ്റ്റഡ് ആകുന്ന ഒരു മേഖലയാണ്. അപ്പൊ എനിക്ക് ആ കാര്യത്തിലൊക്കെ ഞാൻ കുറെ പുറകോട്ടാണ്. കാരണം വെച്ചാൽ എനിക്ക് അങ്ങനെ എന്താ പറയാ, ഒരു വൃത്തിയില്ലാത്തൊരു ഹോട്ടലിൽ കയറിയ ഫുഡ് കഴിക്കാൻ പോലും പറ്റത്തില്ല. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു അവിടെ പോയിട്ട് ഞാൻ കയറിയിട്ട് ഇറങ്ങി പോകുന്നു തിരിച്ച്. കാരണം വെച്ചാൽ അത് ഞാൻ കഴിച്ചില്ല. നമ്മുടെ ഫാസ്റ്റ് ഫുഡ് കയറിയിട്ട് പോലും ബംഗാളിയുടെ നഖത്തിനകത്ത് നീളത്തെ നഖത്തിൽ അഴുക്കിരിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ എനിക്ക് ഫുഡ് വേണ്ടാതെ ഇറങ്ങി. അപ്പൊ ഞാൻ എൻ്റെ ഈ സ്വഭാവങ്ങളിൽ ഇത് എനിക്ക് മാറ്റാൻ പറ്റില്ല സുവിശേഷത്തിലേക്ക് വന്നത്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ മദർ തെരേസയെ കുറിച്ച് ഇങ്ങനെ ആലോചിച്ചു. അവര് കുഷ്ഠരോഗികളൊക്കെ
അമ്മേ ഹാലെ ട്രീറ്റ് ചെയ്യാനും ഹാലെ ഇതിനെല്ലാം നടന്ന് അമ്മേ ഹാലെ ശുശ്രൂഷിക്കാനൊക്കെ. അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ചു, ദൈവമേ അവരൊക്കെ എത്ര ഗ്രേറ്റാ. നമ്മളെ ഈ ഹാല ഈ ലോകത്തിൽ അവരെ തെളിയിച്ചു കൊടുത്തത് ഹാലയില്ല. ഇന്ന് നമുക്കറിയാം മാലാഖമാരെന്ന് പറയുന്ന നേഴ്സുമാര് അല്ലേ, ഹാലയില്ലേ അവര് പറയുന്നത് ഹാലയെ. ഇപ്പം ഞാനിപ്പോഴും എന്റെ മോക്ക് ഇതൊന്നും ഒരു വെറുപ്പും ഇല്ല. ഹാല ഒരാളുടെ അപ്പിട്ട് കിടന്നാൽ എടുക്കാൻ കുഴപ്പമില്ല. ഹാലയിലെ എത്ര മുറിവുണ്ടെങ്കിൽ അത് അവൻ കഴുകാനും തുടയ്ക്കാനും മരുന്ന് വെച്ചു ഒന്നും അവക്കൊരു വെറുപ്പില്ല ഹാല. പക്ഷെ എനിക്കിതൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഹാല. എന്ന് വെച്ചാൽ എനിക്ക് ഒന്ന് മുറിവ് കണ്ടാൽ ബ്ലഡ് കണ്ട ഞാനിപ്പോ തലകറങ്ങി വീഴും ഹാലല്ലേ. അതുപോലെ അപ്പൊ എനിക്കിതൊക്കെ പേടിയുമാണ്. പിന്നെ ഹൃദയത്തിൽ ഭയങ്കര അസ്വസ്ഥതയാണ് ഹാല. എനിക്കാണെങ്കിൽ പിന്നെ ഇപ്പൊ ഇഷ്ടമില്ലാത്ത ഭക്ഷണം കഴിച്ച പുറത്തേക്ക് പോരെന്ന് പറഞ്ഞ കണക്ക് ഇത് ഇങ്ങനെ നമ്മുടെ മനോത്തിൽ ഇങ്ങനെ തേടിട്ട് അങ്ങനെ ഒരു ഞാൻ ആ കാര്യത്തിൽ ഭയങ്കര പൂറ. പക്ഷെ അത് ചെയ്യാൻ കഴിയുന്നവരെ കുറിച്ച് ഓർക്കാൻ നമുക്ക് ഭയങ്കര ഹാല. അവരുടെ ഗ്രേറ്റ്നെസ്സിനെ കുറിച്ച് നമ്മൾ ആലോചിക്കും. കാരണം നമുക്ക് സാധിക്കാത്തതിനെ ഹാലയിൽ അവർക്ക് ചെയ്യാൻ കഴിയുമ്പോൾ നമുക്ക് അവരെ കുറിച്ച് ഭയങ്കര അഭിമാനവും ഹാലയിലിയ അവരെ കുറിച്ച് ഭയങ്കര ആദരവും തോന്നി. ഞാൻ കഴിഞ്ഞ ദിവസം ആലോചിച്ചു, ദൈവം അവരൊക്കെ എത്ര ഗ്രേറ്റാ. ആ കാര്യത്തിലൊക്കെ നമ്മൾ എത്ര പോറാ ഹാലയിലിയ. നമ്മൾ പ്രസംഗം കൊണ്ട് കഴിച്ച് നമുക്ക് ഒരിക്കലും അത് പ്രവൃത്തിയിലേക്ക് കൊണ്ടുവരാൻ പറ്റും. നമ്മുടെ മൈൻഡ് സെറ്റപ്പ് അതിന് അക്സെപ്റ്റഡ് ആകുന്നില്ല. എന്റെ മോളെ എപ്പോഴും കളിയാക്കാം, ഓർത്തിൻ്റെലൊക്കെ സൂക്ഷിക്കാൻ പോണെങ്കിൽ മര്യാദക്ക് നല്ല ടോയ്ലറ്റ് പോലും ഉണ്ടാകത്തില്ലെന്ന് പറയും ഹാലിന്. കാരണം അല്ല ഇത് നമുക്ക് അറിയാമെങ്കിലും നമ്മുടെ മനസ്സ് അങ്ങോട്ട് അക്സെപ്റ്റഡ് ആകുന്നില്ല ഹാലിന്. പക്ഷേ അങ്ങനെ എത്രയോ ആൾക്കാരെ കഷ്ടപ്പെട്ട് ചിലപ്പോൾ നമ്മൾ പൗലോസിനെയൊക്കെ എടുത്ത് നോക്കിക്കേ, എത്ര കഷ്ടതയിലൂടെ ഹാലെ പോയിട്ടാണ് ഹാലയിലെ സുവിശേഷ വേല ചെയ്തത്. ഹാലെ അവരെല്ലാം AC ഹാളിൽ നിന്നല്ല പ്രസംഗിച്ചത്, AC കാറിലല്ല യാത്ര ചെയ്തത്. ഹാലേലി ആമേൻ. അല്ല ആമേ AC ഹോട്ടലുകളിലല്ല അവർ പോയി സ്റ്റേ ചെയ്തത്. ഹാലേലി അവര് കാട്ടിലും മലയിലും ഹാലേലി ആമയും ആമയും മൃഗങ്ങളോടും പൊരുതി മനുഷ്യരോടും ഹാലില്ല ആമെ കാരാഗ്രഹം എന്നൊക്കെ പറയുമ്പോൾ ഹാലേലി വെറും തറയിലും ഹാലേലി ആമെ അങ്ങനെ അടി കൊണ്ടും ഹാല ഇത്രയും കഷ്ടത അനുഭവിച്ച് ആമ ശരിയായിട്ട് ഭക്ഷണമില്ലാതെ പട്ടിണിയായിട്ട് ഹാലേലിയ ആമെ ഹാലയിൽ എന്തോ ഒരു ആപത്തുള്ളവരുടെ അനർത്ഥങ്ങളും എല്ലാം കടന്നു പോയിട്ട് അതിനകത്ത് ഏറ്റവും പറഞ്ഞ കള്ള സഹോദരന്മാരോടുള്ള ആപത്ത് ഹാലിൽ എന്നിട്ട് സ്വന്തം കൂടെ നിന്ന സഹോദരന്മാരത്തെ അവരാൾ ആപത്ത് വരെ സഹിച്ചു ഹാല. അപ്പൊ അങ്ങനെ അത്രത്തോളം ഹാല ത്യാഗം സഹിച്ചിട്ട് എല്ലാവരും സുവിശേഷ വേല ചെയ്തേക്കുന്നത്. നമ്മളാണെങ്കിലോ ഹാലൂയ. അപ്പൊ നമുക്ക് സാധിച്ചിട്ടില്ല അത്. പക്ഷെ ഇവര് നമുക്ക് സാധിപ്പിച്ച് തന്ന ഉപദേശങ്ങളുണ്ട് ഹാലൂയ. ആ വിശ്വാസമുണ്ട്. ഇതിലൊക്കെ അടിസ്ഥാനപ്പെട്ടവരെ അത് നിലനിൽക്കുക. ഇനിയെങ്കിലും നമ്മൾ ഇളകി പോകുന്നവരായിട്ട് ആടിപ്പോകുന്നവരായിട്ടല്ല നിൽക്കേണ്ട ഹാലൂയ. അതിൽ തന്നെ നിലനിൽക്കുക. അടുത്ത പറയുന്നത് അവനിൽ വേരൂന്നണം. ആരിൽ വേരൂന്നണം? നമ്മൾ പോകുന്ന സഭയിൽ വേരൂന്നണം എന്നാണ് പറഞ്ഞേക്കുന്നത് ഹാലേലുയ. ലേഖനം 2-ാം അധ്യായത്തിന്റെ 6-7 വാക്യങ്ങൾ വായിക്കുന്നത് എന്താ? ഹാലയ അവന് കൂട്ടായ്മയിൽ നടക്കണം. നമ്മൾ അവന്റെ ക്രിസ്തുവിനെ കൈക്കൊണ്ട് അടുത്ത് അവന്റെ കൂട്ടായ്മയിൽ നടക്കണം, അല്ലെ കൂട്ടായ്മയിൽ നിലനിൽക്കണം. അത് കഴിഞ്ഞ ശേഷം അവനിൽ വേരൂന്നിയിട്ട് വേണം നമ്മൾ ആത്മീയ വർധന പ്രാപിക്കാൻ. അപ്പൊ ക്രിസ്തുവിൽ വേരൂന്നിയാൽ മാത്രമേ നമുക്ക് ആത്മീയ വർധന പ്രാപിക്കത്തുള്ളൂ. ക്രിസ്തുവിൽ വേരൂന്നുക എന്ന് വെച്ച് കഴിഞ്ഞാൽ വെറുതെ കൊണ്ടങ്ങോട്ട് കുഴിച്ചു വെച്ചാൽ ചെടിക്ക് ബലമുണ്ടാകത്തില്ല. ചെടിയെ വലിയ കാറ്റൊക്കെ അടിച്ചാൽ അത് നിലനിൽക്കത്തില്ല. കഴിഞ്ഞ ദിവസത്തെ ആരോഗ്യ പ്രസംഗിച്ച പറഞ്ഞ് ഈ മുള ഏതോ ഒരു രാജ്യത്തെ മുളയെ കുറിച്ച് എന്തോ അവര് ചൈന എന്തോന്ന് അവരെ മരം നട്ടു കഴിഞ്ഞാൽ 10 വർഷത്തേക്കോ 12 വർഷം എത്രയോ വർഷങ്ങളിൽ മുകളിലേക്ക് ഒരു നാമ്പ് പോലും കാണത്തില്ല. പക്ഷേല് എത്രയും വർഷമെടുത്ത് ഇതിന്റെ അടിയിലേക്ക് വേര് പോയിട്ട് പെട്ടെന്ന് 6 മാസം 8 മാസം 1 വർഷത്തിനുള്ളിൽ ഈ സാധനം മുകളിലേക്ക് ഭയങ്കര ഉയരത്തിൽ വളരും. ഭയങ്കര ഉയരത്തിൽപ്പെട്ട പക്ഷെ ഈ 10 വർഷം ഇത് അടിയിലേക്ക് വളർന്ന് മുകളോട്ട് കാണത്തില്ല. കാരണം അവർ അത്രത്തോളം വേരൂന്നിയിട്ട് ഇത് മുകളോട്ട് വളർത്തും. ഇത് മുകളോട്ട് വളരാൻ തുടങ്ങിയ ഭയങ്കര ഹൈറ്റിൽ ഇത് വളരുമെന്ന്. അപ്പൊ ഈ ഹൈറ്റിൽ വളരണമെങ്കിൽ വളരുമ്പോൾ നിലനിൽക്കണമെങ്കിൽ അടിയിലേക്ക് ആഴത്തിൽ വേരൂന്നണം. പലപ്പോഴും എന്താ സംഭവിക്കുക, നമ്മളൊക്കെ ശുശ്രൂഷയിലൊക്കെ വരുന്ന സമയത്ത് പെട്ടെന്ന് ദൈവം തന്ന കൃപകളും കൃപാവരങ്ങളൊക്കെ കിട്ടുമ്പോൾ നമ്മൾ അങ്ങോട്ട് പയ്യെ വളർന്നങ്ങ് പൊങ്ങി അങ്ങ് പോകും. അടിസ്ഥാനത്തിൽ ഉപദേശത്തിൽ നിലനിൽക്കാൻ പറ്റുന്നില്ല. അവന് വേരൂന്നാൻ പറ്റാത്തതുകൊണ്ട് എന്താ പറ്റുന്നത്, പെട്ടെന്ന് എന്തെങ്കിലും കാര്യങ്ങൾ വരുമ്പോൾ താഴെ വീഴും. പല ദൈവദാസന്മാരുടെ ജീവിതം എടുത്ത് പഠിച്ചാൽ മനസ്സിലാവും. ഒരു പൊക്കമൊക്കെ പോകും, ഉയരൊക്കെ പോകും, പക്ഷേ താഴെ വീഴുന്ന് കാണുന്നുണ്ട്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എവിടെയൊക്കെ എന്തിലൊക്കെയോ വേരൂന്നുക. അവനിൽ വേരൂന്നണം. ഹാലേലിയ. ഒരു വാക്യം വായിക്കാം സാറാമ സിസ്റ്റർ. Efesiയർ 3:17-19 രൂപയായിട്ട്.
ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിനും വായിച്ചോ തന്നെ വരം നൽ- വരം നൽകണമെന്നും നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി വീതിയും നീളവും ഉയരവും ആഴവും എന്ന് സകല വിശുദ്ധന്മാരോടുകൂടെ ഗ്രഹിപ്പാനും പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിന് സ്നേഹത്തെ അറിവാനും പ്രാപ്തരാകുകയും ദൈവത്തിന്റെ എല്ലാ നിറവിനോളം നിറഞ്ഞു വരികയും വേണം എന്നും പ്രാർത്ഥിക്കുന്നു. ഇവിടെ പറയുന്നത് നമ്മള് അവന്റെ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി മാറണം. ഹാലലൂയ. അപ്പൊ അവനിൽ വേരൂന്നണം എന്ന് പറഞ്ഞാ അവന്റെ സ്വഭാവം എന്താണ്? ഹാലലൂയ. ക്രിസ്തുവിന്റെ സ്വഭാവം സ്നേഹമാണ്. അപ്പൊ ആ സ്നേഹത്തിൽ വേരൂന്നണം. എങ്ങനെയാ അവൻ വേരൂന്നി? ഇവിടെ പറയുന്നത് അവന്റെ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി. ഫൗണ്ടേഷൻ എന്തായിരിക്കണം? കർത്താവിന്റെ സ്നേഹമായിരിക്കണം. കർത്താവിന്റെ സ്നേഹം നമ്മൾ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ അവിടെ മറ്റു ഒന്നും ഹല്ലേലൂയ നമ്മളുടെ തലയ്ക്ക് മീതെ പോകില്ല. പോരുന്ന ലേഖനത്തിൽ പറ സ്നേഹം ക്ഷമിക്കുന്നു, ദീർഘമായി ക്ഷമിക്കുന്നു, സ്നേഹം പൊറുക്കുന്നു, സ്നേഹം പകവയ്ക്കുന്നില്ല, ഹാലില് ആരോടും കപടം കാണിക്കുന്നില്ല. പറഞ്ഞ ആ സ്നേഹത്തിന്റെ 13-ാമത്തെ വായിക്കുക. ആ സ്നേഹത്തിന്റെ പ്രത്യേകത എന്തൊക്കെയാണ്? അപ്പൊ കർത്താവ് യേശുക്രിസ്തുവിന്റെ സ്നേഹം നമ്മളുണ്ടെങ്കിൽ ഹല്ലേലൂയ. ഞാൻ കഴിഞ്ഞ ആഴ്ച പ്രസംഗിച്ചപ്പോൾ ഈ വചനം തന്നെ ബുധനാഴ്ച മീറ്റിംഗിലും വന്നപ്പോ സ്നേഹമുണ്ടെങ്കിൽ ആ സ്നേഹം അൺകണ്ടീഷണലാണ്. നമ്മളൊക്കെ തമ്മിലുള്ള സ്നേഹം കണ്ടീഷണലാ. കാരണം വെച്ചാ നമ്മളോട് നമ്മൾ തിരിച്ചു ചിരിക്കണം, നമ്മളെ കണ്ട നോക്കണം, സംസാരിക്കണം, പ്രൈസലോട് പറഞ്ഞ് തിരിച്ചു പറയണം. ഹല്ലേലൂയ. അല്ലെങ്കിൽ എന്നാലും ആ സിസ്റ്റർ ഞാൻ എന്തൊരു കാര്യമായിരുന്നു, ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തതാണല്ലോ, എന്തൊക്കെ എന്നിട്ട് കണ്ടില്ലേ വലിയ ജാടയാണ്. ഇപ്പൊ ഞാൻ വിളിച്ചപ്പോ ഫോൺ എടുക്കാൻ സമയമില്ല, എന്നോട് സംസാരിക്കാൻ സമയമില്ല. കാരണം എന്താ പറയാ, നമ്മുടെ ചിന്ത മൊത്തം നമ്മൾ വിളിക്കുമ്പോൾ ഫോൺ എടുക്കണം, നമ്മുടെ കാര്യങ്ങളിടയ്ക്ക് അന്വേഷിക്കണം, നമ്മള് കരുതണം, നമ്മളോട് സംസാരിക്കണം. നമ്മൾ വിളിക്കുന്ന സമയങ്ങളിലൊക്കെ നമുക്ക് മെസ്സേജ് അയച്ച് റിപ്ലൈ തരണം. ഇപ്പം വിജയ ദിവസം എനിക്കൊരു മെസ്സേജ് അയച്ചു, 2 മെസ്സേജ് അയച്ചു, 3 മെസ്സേജ് അയച്ചു, നോ റെസ്പോൺസ്. അവിടെ നിന്ന് വിജയ സിസ്റ്റർ പിന്നെ മെസ്സേജ് അയക്കുക, സിസ്റ്റർ ഇല്ല. നമ്മളെല്ലാവരും ഇതൊക്കെ തന്നെയാ. ഞാൻ പറയാം സിസ്റ്റർ പറഞ്ഞ ആരും അങ്ങനെയൊക്കെ പിന്നെ 3 മെസ്സേജ് അയച്ചിട്ട് ഒരു മറുപടി പോലും അയക്കാൻ പറ്റിയില്ല. ഇനിയിപ്പോ മെസ്സേജ് അയക്കുന്നില്ല, ഇനി വേണം ഇങ്ങോട്ട് വിളിക്കട്ടെ. ഇത് നമ്മുടെ ചിന്തായത്. കാരണം വെച്ചാൽ അവിടെ സ്നേഹം അൺകണ്ടീഷനാണ്, അല്ല കണ്ടീഷൻസ് തീർന്ന. ഇവിടെ പറഞ്ഞ കർത്താവിന്റെ സ്നേഹത്തിൽ വേരൂന്നി അതിൽ അടിസ്ഥാനപ്പെട്ടവരാകണം. അപ്പൊ അതിന്റെ ആഴവും നീളവും വീതി ഉയരവും പരപ്പും ഒക്കെ നമ്മൾ അനുഭവിച്ചറിയണമെങ്കിൽ നമ്മളിത് ഇതൊക്കെ തന്നെ വരണം. ഒരാളെ എത്രത്തോളം സ്നേഹിക്കാം സിസ്റ്ററെ, നമ്മളെ ഉപദ്രവിക്കുമ്പോഴും നമ്മളെ കുറിച്ച് ഗോസിപ്പ് പറയുമ്പോഴും അവസരം കിട്ടുമ്പോഴും നമുക്കിട്ട് 2 തട്ട് തരുമ്പോഴും ഹല്ലേലൂയ അന്നേരം നമുക്ക് സ്നേഹിക്കാൻ പറ്റണം. പറ്റുമോ? ബുദ്ധിമുട്ടാ. അപ്പൊ അവനിൽ വേരൂന്നണം എന്ന് പറയുമ്പോൾ അവനിൽ വേരൂന്ന് കഴിഞ്ഞാൽ ഞാൻ പറയാം, ഈ സ്നേഹം നമ്മൾ ഉണ്ടെങ്കിൽ എത്ര ലോക പ്രശസ്തരായ, എത്ര വലിയ കൃപാല ശുശ്രൂഷകർ, എത്ര വലിയ അപ്പോസ്തലന്മാരാണ്, അഭിഷിക്തരാണെന്ന്, നല്ല ദൈവദാസന്മാരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണക്കാരനെ കടമ ഒന്നിരിച്ചു പോകത്തില്ല. ഏതവസ്ഥയിലും പ്രാർത്ഥിക്കാൻ വിളിച്ച ഫോൺ എടുക്കാതിരിക്കത്തില്ല. അല്ലെങ്കിൽ കണ്ടു കഴിഞ്ഞാൽ കോള് കണ്ടു കഴിഞ്ഞാൽ തിരക്കിലാണെങ്കിൽ ഇച്ചിരി ഒന്ന് തിരിച്ചെങ്കിലും വിളിക്കും. എന്താ അയ്യോ അവര് വിളിച്ച് നമ്മൾ മീറ്റിംഗിലാണ്, എടുക്കാൻ പറ്റും, എന്തായിരിക്കും അവർക്ക് എന്ത് പറ്റിയായിരിക്കും, പെട്ടെന്ന് തിരിച്ചു വിളിക്കും. കാരണം വെച്ചാൽ കർത്താവിന്റെ സ്നേഹം ഇങ്ങനെ നിൽക്കുക. പക്ഷേ അതൊന്നും നമ്മളില്ല എങ്കിൽ, നമ്മൾ കാണുന്നവരില്ല എങ്കിൽ അവര് കർത്താവിന്റെ സ്നേഹമില്ലാതെ തന്നെയാണ്. ഹല്ലേലൂയ. വിശ്വാസികൾ എപ്പോഴും ഹല്ലേലൂയ ഏതെങ്കിലും ഒരു പാസ്റ്റർ ഒരാളെ വിളിക്കണമെങ്കിൽ, ഒരു ദേവദാസിയെ വിളിക്കണമെങ്കിൽ അവർ അതുപോലെ ഒരു അവസ്ഥയിലേക്ക് എത്തുമ്പോഴായിരിക്കും വിളിക്കുന്നല്ലേ. നമുക്ക് കൺട്രോൾ ചെയ്യാൻ, നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റത്തില്ല എന്നൊരു സിറ്റുവേഷൻ വരുമ്പോഴാണ് നമ്മൾ വിളിക്കുന്നത്. പക്ഷെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും, നമുക്കത് അറിവില്ലാത്തതുകൊണ്ട്. പക്ഷെ എന്നിരുന്നാലും നമ്മുടെ ആ അന്നേരത്തെ സിറ്റുവേഷൻ നമ്മൾ വിളിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ വിളിക്കുമ്പം അവർ റെസ്പോൺസ് ചെയ്യുന്നേ ഇല്ല, റെസ്പോണ്ടേ ഇല്ല. നമ്മുടെ കോളിലൊന്നും അവർ റെസ്പോണ്ട് ചെയ്യുന്നില്ലെങ്കിൽ, അവർക്ക് മെസ്സേജ് അയച്ചാൽ നോ റെസ്പോൺസ് ആണെങ്കിൽ നമുക്ക് എന്ത് തോന്നും? നമ്മൾ വിചാരിക്കാം ഇപ്പൊ തിരക്കായി മീറ്റിംഗിൽ കുറച്ച് കഴിയുമ്പോഴെങ്കിലും വിളിക്കുമായിരിക്കുന്നത്. പക്ഷെ വിളിക്കുന്നില്ലെങ്കിലോ, അന്വേഷിക്കുന്നേ ഇല്ലെങ്കിൽ, നോക്കുന്നേ ഇല്ലെങ്കിൽ നമുക്ക് വിഷം വരുമല്ലേ. എന്താ കാര്യം പറയാ, അവിടെ സ്നേഹം ക്രിസ്തുവിന്റെ സ്നേഹത്തിലല്ല, ഈ ലോകത്തിന്റെ സ്നേഹത്തിൽ. എന്ത് കിട്ടും, വിളിച്ചാൽ എന്ത് പ്രയോജനമുണ്ട് എനിക്ക്, ഇവർക്ക് വേണ്ടി സമയം എനിക്ക് വല്ല ഗുണമുണ്ടോ, ഇത് നോക്കുന്നുണ്ടോ?
ഇവിടെ പക്ഷെ കർത്താവിന്റെ സ്നേഹം അങ്ങനെയല്ല. നമ്മൾ പറയും, ഇപ്പൊ ഞാൻ പറഞ്ഞ കണക്ക് 3 പ്രാവശ്യം മെസ്സേജ് അയച്ച് നോ റെസ്പോൺസ് ആണെങ്കിൽ ഹാലേലുയ ഞാൻ അങ്ങോട്ട് വരത്തില്ല എന്നല്ല. കർത്താവ് യേശുക്രിസ്തു 3 പ്രാവശ്യം തള്ളി പറഞ്ഞ പത്രോസിനെ ഹാലേലുയ ആമ അവിടെ പോയി വെറുതെ പോയി നിന്നതല്ല, കല്ലിൽ ചുട്ടെടുത്ത അടയും അപ്പവും ഹാലേലുയ മീനും ഒക്കെ ആയിട്ടാണ് അവിടെ കാത്തിരുന്നത്. എന്നിട്ട് പറഞ്ഞ് വരുന്ന വന്ന് കുഞ്ഞുങ്ങളെ വാ പ്രാതല് കഴിക്കും, പിന്നെ സംസാരിക്കാം, അപ്പൊ പ്രാതല് കഴിക്കും. ഹാലേലുയ. കാരണം ഹാലേലുയ അവര് വിശന്ന് അവിടെ മീൻ പിടിക്കാൻ പോയിട്ട് വിശന്ന് തളർന്നു വരികയാണ്. അപ്പൊ അവർക്ക് ഭക്ഷണം വേണം. അവർക്ക് എന്താണോ വേണ്ടത് അതിന് ഒരുക്കി കാത്തിരുന്ന ദൈവം. കർത്താവ് യേശുക്രിസ്തു എപ്പോഴും അങ്ങനെ. നമുക്ക് എന്താണോ വേണ്ടുന്നത്, നമ്മൾ 100 കാര്യങ്ങളൊക്കെ ദൈവത്തിൻ്റെ അടുത്ത് പറഞ്ഞാലും അതിൽ നമുക്ക് ഏറ്റവും നമ്മുടെ ജീവൻ നിലനിർത്താനായിട്ട് നമുക്ക് ഈ ഭൂമി ജീവിക്കുമ്പോൾ എന്താണോ ഏറ്റവും അത്യാവശ്യം അത് നമുക്ക് തരും, ഇല്ലേ? നമുക്ക് എന്താണ് ആവശ്യം അത് തരും ദൈവം. അവിടെ അവർക്ക് അന്നേരം ഭക്ഷണമായിരുന്നു ആവശ്യം, അത് കൊടുത്തു. അത് കൊടുത്തതിന് സംസാരിച്ചത് പോലും അത് നമുക്ക് എന്താവശ്യമുള്ളത്. ഹാലേലൂയ. അത് അവിടെ പ്രൊവൈഡ്. ആമേ ഹാലേലൂയ. അത് നമ്മുടെ ജീവിതത്തിലാണ് അങ്ങനെ തന്നെ. നമുക്ക് 100 ആവശ്യങ്ങളുണ്ട്. നമ്മൾ ചിലപ്പോൾ എന്താ പറയാ ഹാലേലൂയ അതിൽ ഹാലേലൂയ നമ്മൾ എന്താ പറയാ കർത്താവിന്റെ ഉപദേശം നിൽക്കുന്നില്ലെങ്കിൽ പോലും നമുക്ക് ആവശ്യമുള്ള ദൈവം തരും. കഴിഞ്ഞ ദിവസം ദൈവം എനിക്ക് ഹാലേലൂയ പറഞ്ഞു തന്ന ഒരു ട്രിക്ക്. ഹാലേലൂയ പ്രാർത്ഥിക്കാൻ ചെന്നപ്പോൾ ഹാലേലൂയ ഒരു കൂട്ടർ ഇവിടെ വന്നപ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനിരുന്നപ്പോൾ ദൈവം എന്നെ പരിശുദ്ധം വേണ്ടി പറഞ്ഞു. ഹാലേലൂയ. ഞാൻ ഇന്നലെ കുഞ്ഞാവിടെ ഇത് പറഞ്ഞു. ഞാൻ ആരോടൊന്നല്ല പറയാം, 2 പേര് പറഞ്ഞു. ദൈവം എന്നോട് പറഞ്ഞു, നീ പ്രാർത്ഥിക്കുമ്പം ദൈവം ഇവർക്ക് വേണ്ടി അങ്ങയുടെ കൃപ വെളിപ്പെടണമേ എന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. കൃപ. അപ്പൊ ഞാനിങ്ങനെ കൃപയെ കുറിച്ച് പെട്ടെന്ന് കൂടുതൽ ഇങ്ങനെ ആഴത്തിലേക്ക് ഇച്ചിരി നമുക്കറിയാം. കൃപ എന്ന് വെച്ചാൽ അൺമെറിറ്റഡ് ഫേവർ, അർഹതയില്ലാത്ത നമുക്ക് ലഭിക്കുന്നത്. നമ്മൾ പലപ്പോഴും പ്രാർത്ഥിക്കും, ദൈവമേ ഞങ്ങൾ അങ്ങയുടെ മക്കളാണെങ്കിൽ അവകാശികളാണ്, ക്രിസ്തുവേശുവിന്റെ കൂട്ടവകാശികളാണ്. ഇതൊക്കെ പറഞ്ഞ് ക്ലെയിം ചെയ്യുമ്പം നീ മകളാണെന്നുള്ള അടിസ്ഥാനത്തിൽ തന്നെ, ഉപദേശത്തിൽ തന്നെ, വചനത്തിൽ തന്നെ നീ നിലനിൽക്കുന്നു. പക്ഷേ കൃപ, ഈ ദൈവത്തിന്റെ കൃപ ഈ ലോകത്ത് ഒരു വിശ്വാസിയാകട്ടെ അവിശ്വാസിയാകട്ടെ പാപിയാകട്ടെ ആരാകട്ടെ അവർക്ക് വേണ്ടി വെളിപ്പെടുന്ന സാധനം കൃപ. അതിന് നമ്മുടെ ക്വാളിറ്റീസ് ഒന്നും ആവശ്യമില്ല. നമ്മൾ പ്രാർത്ഥിക്കുന്ന ദൈവമേ എനിക്ക് നിന്റെ കൃപ ഇപ്പോൾ വെളിപ്പെടാം. അത് അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ഇവിടെ ഇരിക്കുന്ന ആൾക്ക് ഒരു യോഗ്യതയുമില്ല ഇത് ചോദിക്കാനായിട്ട്. അവർക്ക് കർത്താവിന് സൗഖ്യം ലഭിക്കാണ്ട് ഒരു യോഗ്യതയുമില്ല. കർത്താവിന് ഒരു ഫേവറിലേക്ക് ഒരു യോഗ്യതയുമില്ല. ഈ യോഗ്യത ഇല്ലാത്തവർക്ക് കൊടുക്കുന്നത് ആ കൃപ, നമ്മുടെ രക്ഷ. അപ്പോഴേ എനിക്ക് പിന്നീട് വചനം മനസ്സിലായി. പൗലോസോട് ദൈവം പറയുന്നത്, എന്റെ കൃപ നിനക്ക് മതി. അതെവിടെ തികഞ്ഞു വരുന്നത്? ബലഹീനത തികഞ്ഞു വരും. ബലമുള്ളടത്ത് തികഞ്ഞു വരും എന്നല്ല പറഞ്ഞേക്കുന്നത്. നമ്മൾ എവിടെയെങ്കിലും ബലഹീനമായാൽ നമുക്ക് ദൈവത്തോട് ചോദിക്കാൻ പറ്റുന്നത് കൃപയാണ്. അതുപോലെ നിങ്ങൾക്ക് എപ്പോഴും കൃപാസനത്തിലേക്ക് കയറി വരാൻ പറഞ്ഞ എവിടെ എന്തിനാ? തത്സമയത്തുള്ള കൃപ പ്രാപിപ്പാനാ. അപ്പൊ നമുക്ക് ദൈവം ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നു, ഞാൻ ഇതിലൊക്കെ നിൽക്കുന്നു, ഞാൻ ഇതൊക്കെ അനുസരിക്കുന്നു, അപ്പൊ എനിക്ക് വേണ്ടതല്ല കൃപ. ഞാൻ അതിൽ നിലനിൽക്കാൻ പറ്റാത്തപ്പം, ഞാനൊന്ന് തെറ്റിപ്പോയാൽ ഞാനൊന്ന് ഇതിൽ മാറിപ്പോയാൽ ആ സമയത്ത് എനിക്ക് വേണ്ടി വെളിപ്പെടേണ്ട കൃപ. അപ്പൊ നമ്മളുടെ അപ്പൊ കർത്താവ് എന്നോട് പറഞ്ഞു. അപ്പൊ ഞാൻ ഇന്നലെ ഇങ്ങനെ അന്മോളോട് ഇങ്ങനെ പറഞ്ഞു. കാരണം വെച്ചാ ദൈവത്തിന്റെ സ്നേഹം ഒരാൾ നമ്മുടെ അടുത്തേക്ക് പ്രാർത്ഥിക്കാൻ വരുമ്പോഴോ അല്ലെങ്കിൽ ഒരാൾക്ക് ഒരു ആവശ്യമുള്ളപ്പോഴോ ദൈവത്തിന്റെ സ്നേഹം എത്ര വലുതാന്ന് നോക്കിയേ. കാരണം അവരെങ്ങനെയാലും വിടുവിക്കണം, എങ്ങനെയാലും രക്ഷിക്കണം. ഹാലേലൂയ. അതിനു വേണ്ടിയിട്ട് അപ്പൊ പറഞ്ഞു തന്ന നീ ഇങ്ങനെ പ്രാർത്ഥിച്ച് സ്പോട്ടിൽ അവരുടെ വിടുതൽ നടന്നു. കാരണം അവരൊരിക്കലും അവരുടെ കുഴപ്പം കൊണ്ടല്ല ശരിക്കും അവരുടെ അവർ നടത്തുന്ന സഭയുടെ അല്ലെങ്കിൽ അവരുടെ കുഴപ്പം കൊണ്ടങ്ങാണ്ട് ഇവർക്ക് ഉപദേശങ്ങൾ അറിയത്ത് നിലനിൽക്കാൻ പറ്റുന്നില്ല പലപ്പോഴും അവർക്കൊക്കെ. കാരണം പക്ഷേ അവര് ഒരു പ്രശ്നത്തിൽ പെട്ടുപോയി അല്ലെങ്കിൽ ഒരു രോഗത്തിൽ പെട്ടു, ഒരു എന്താ ഒരു ബന്ധനത്തിൽ പെട്ടുപോയപ്പം രക്ഷിക്കണമെന്ന് ദൈവത്തിന് ഭയങ്കര ആഗ്രഹം. അപ്പം നമുക്ക് ദൈവം എപ്പോഴും പറയാം, നമ്മുടെ ദൈവം നീതിയുള്ള ന്യായാധിപന, നീതി വിട്ട് ഒന്നും ചെയ്യത്തില്ല. അപ്പൊ ഞാൻ ദൈവമേ മക്കളാണല്ലോ, അങ്ങയുടെ അവകാശിയല്ലേ, സൗഖ്യവരുടെ അവകാശമല്ലേ, കൊടുക്കണമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നടക്കത്തില്ല. കാരണം എന്ന് വെച്ചാൽ അത് കൊടുക്കാനുള്ള വ്യവസ്ഥയ്ക്കുള്ളിൽ അവർ നിൽക്കുന്നില്ല. പക്ഷേ ആ വ്യവസ്ഥയ്ക്കുള്ളിൽ നിൽക്കാത്തവർക്കും കൂടി വ്യാപരിക്കുന്നതാണ് കൃപ. കൃപയുടെ ഡെഫിനിഷൻ തന്നെ അങ്ങനെയാണ്. അപ്പൊ അതിന് അങ്ങനെ പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ
ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. കാരണം ഇപ്പൊ ഞാൻ വിചാരിക്കും, ദൈവമേ, ഒരു അവിശ്വാസിയെ കണ്ടു കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ ഒരു വിടുതൽ നടക്കണേ, നമുക്ക് പ്രാർത്ഥിക്കാം, കർത്താവേ അങ്ങനെ കൃപയോടൊന്ന് വെളിപ്പെടണേ എന്ന് പ്രാർത്ഥിക്കാം. കാരണം വെച്ച് കഴിഞ്ഞാല് നമുക്കും പ്രാർത്ഥിക്കാം, നമ്മൾ യോഗ്യരൊന്നും അല്ല എപ്പോഴും. ഹല്ലേലൂയ. അപ്പൊ നമുക്കും പ്രാർത്ഥിക്കാം, എന്താ ദൈവമേ, നിന്റെ കൃപ എനിക്ക് വേണ്ടി ഒന്ന് ഇറങ്ങണം. ഹല്ലേലൂയ. കാരണം ആ കൃപ വേണം എനിക്ക്. ആ കൃപയിലാണ് എനിക്ക് നിൽക്കാൻ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. ഇങ്ങനെ ഞാനിത് പറഞ്ഞപ്പോ ദൈവത്തിന്റെ സ്നേഹത്തെ കുറിച്ച് ഞാൻ പറയുന്നത്. ദൈവത്തിന്റെ സ്നേഹം, ക്രിസ്തുവിന്റെ സ്നേഹം ഇതാണ്. എങ്ങനെ അവരെ ഇതിൽ നിന്ന് പുറത്തെടുക്കാൻ വിടും. എന്നാൽ ദൈവത്തിന് ചില വ്യവസ്ഥകൾ ഉള്ളതുകൊണ്ട് ആ വ്യവസ്ഥയ്ക്കുള്ളിൽ നിന്നുകൊണ്ടും എങ്ങനെ ഇവരെ രക്ഷിക്കും. ദൈവത്തിന്റെ ചിന്ത അതാണ്. ആരെ നശിപ്പിച്ച് കളയണമെന്നോ ആരെ തകർത്ത് കളയണമെന്നോ ദൈവം ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. പലരും പറയും, കർത്താവ് എനിക്ക് കഷ്ടം തന്നു, ഞാൻ കഷ്ടതയെ കിടക്കുക. നോ, കർത്താവിന് ഒരിക്കലും നിങ്ങളെ കഷ്ടതയിടണമെന്നോ കഷ്ടതയെ കൂടെ കടത്തി വിടണമെന്നോ ദൈവത്തിന് ആഗ്രഹമില്ല. പക്ഷെ നമ്മൾ അതിലൂടെ കടന്നു പോകുന്ന സിറ്റുവേഷൻ നമ്മൾ തന്നെ ഉണ്ടാക്കി, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണം കൊണ്ട് പോകും. പക്ഷെ അപ്പോഴും ദൈവത്തിന്റെ ചിന്ത മൊത്തം എങ്ങനെ ഇവരെ സഹായിക്കാമെന്നാണ്, എങ്ങനെ ഇവരെ ബലപ്പെടുത്താമെന്നാണ്. ഹല്ലേലൂയ. അത് പൗലോസിന് പറയുന്ന അത് ഞാനത് ആ വചനം പിന്നെയും പിന്നെ ഇങ്ങനെ മെഡിറ്റേറ്റ് പൗലോസിന് ദൈവം പറയുന്നത്, നിന്റെ ബലഹീനതയൊക്കെ വരുമ്പോ നീ ചോദിച്ചോ, എന്താ കൃപ വേണം. അപ്പൊ പൗലോസ് പറയുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ എന്റെ ബലഹീനത പ്രശംസിക്കാം, എന്താ ദൈവത്തിന്റെ കൃപ എന്നിൽ വരേണ്ടത്. ഹല്ലേലൂയ. അപ്പൊ നമുക്ക് ഓരോ ദിവസവും ചോദിക്കാൻ പറ്റിയ സംഭവമാണ് ദൈവത്തിന്റെ കൃപ. ഹല്ലേലൂയ. കർത്താവേ, എനിക്ക് നിന്റെ കൃപ വേണം. കാരണം എന്റെ ലൈഫിൽ ഞാൻ ഈ ലോകത്തിലായിരിക്കുമ്പോൾ ഞാൻ ചില ബലഹീനതയിലേക്ക് അല്ലെങ്കിൽ ചില ഇതിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. പക്ഷെ അവിടെ ദൈവത്തിന്റെ കൃപ നമുക്ക് വേണ്ടി വെളിപ്പെടണം. ഹല്ലേലൂയ. അപ്പൊ നമുക്ക് അപ്പൊ ഞാൻ പറഞ്ഞ കർത്താവിന്റെ സ്നേഹം, അപ്പോൾ ആ സ്നേഹത്തെ അടിസ്ഥാന വീതിയും വേരൂന്നി അടിസ്ഥാന വീതിയും നീളം ഉയരം എന്തെന്ന് സകല വിശുദ്ധന്മാരെ ഗ്രഹിപ്പാനും പരിജ്ഞാനത്തൊക്കെ ക്രിസ്തുവിന്റെ സ്നേഹത്തെ അറിവാനും പ്രാപ്തരാകും വേണം. അപ്പൊ അവിടെ കർത്താവിന്റെ സ്നേഹം അത് നമ്മുടെ ജ്ഞാനത്തിലല്ല, ദൈവത്തിന്റെ പരിജ്ഞാനത്തെ കവിയുന്നൊരു ക്രിസ്തുവിന്റെ സ്നേഹത്തിലേക്ക് നടണം. അപ്പൊ അതിലാണ് നമ്മൾ വേരൂന്നുണ്ട്. അവരിൽ വേരൂന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റൊരു കാര്യമില്ല. അപ്പൊ എനിക്ക് വചനം എല്ലാം അറിയാം, ഞാൻ വചനം എല്ലാം പഠിച്ചു, എല്ലാ വചനങ്ങളിലും കാണാപ്പാടാണ്. എല്ലാം എന്റെ ഹൃദയത്തിലുണ്ട്. ഒരു യൂസും ഇല്ല. വേരൂന്നാന്റെ വചനത്തിലല്ല, വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരെ മരണ കർത്താവിന്റെ സ്നേഹത്തിലാണ്. അവനിൽ വേരൂന്ന് വെച്ചാൽ അവന്റെ സ്വഭാവം, അവന്റെ സ്നേഹത്തിൽ വേരൂന്നാണ്. അടുത്തത് അവനിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ട അടുത്ത പറയുന്ന നമ്മള് വിശ്വാസത്തിൽ അവിടെ സ്ട്രെങ്തൻ ഇൻ ഫെയ്ത്ത് ഇംഗ്ലീഷ് പറയുന്നത്, അവിടെ പറയുന്ന ആത്മീയ വർധന പ്രാപിക്കണം. അപ്പൊ അവനിൽ വേരൂന്നിയിട്ട് നമ്മൾ അതിൽ ആത്മീയ വർധന. അപ്പൊ നമ്മുടെ ആത്മീയ വർധനം എങ്ങനെയാ വരുന്നത് വെച്ചാൽ നമ്മൾ കർത്താവിന്റെ സ്നേഹത്തിൽ വേരൂന്നുമ്പോഴാണ് നമ്മൾ വിശ്വാസത്താൽ അടിസ്ഥാനപ്പെട്ടവരാകുന്നത്. നമ്മുടെ അബ്രഹാമിനെ എന്താ ദൈവം വിളിച്ചത്? സ്നേഹിതരെന്നാ വിളിച്ചത്, അല്ലേ? എന്ന് വെച്ചാൽ അബ്രഹാമിന്റെ വിശ്വാസമാണ് വിശ്വാസം എന്ന് പറയുന്നത്. വേദപുസ്തകം എടുത്ത് പറയുന്നത് വിശ്വാസികളുടെ പിതാവ് നമ്മൾ വിളിക്കുന്ന കാര്യം അബ്രഹാമിന്റെ വിശ്വാസമാണ്. അപ്പം ആ വിശ്വാസം എങ്ങനെയാന്ന് വെച്ചാൽ സ്നേഹിതനായ സ്നേഹത്തിൽ നിന്നാ വന്നത്. അബ്രഹാം അല്ല പറഞ്ഞേ ദൈവം എന്റെ സ്നേഹിതനാണെന്ന്, ദൈവം പറഞ്ഞ അബ്രഹാം സ്നേഹിതനാണെന്ന്, അല്ലേ? നമ്മള് സ്നേഹിതനാന്ന് നമ്മളെ സ്നേഹിതനാണ്, എന്റെ ഫ്രണ്ടാന്നൊക്കെ വരുന്നത്. പക്ഷെ എന്റെ സ്നേഹിതനാ അല്ല സ്നേഹിതയാണെന്നൊക്കെ പറയണമെങ്കിൽ അതുപോലെ സ്നേഹം. അപ്പൊ ഈ അടിസ്ഥാനം എവിടെ വന്നോ അവിടെ വിശ്വാസം വരത്തുള്ളൂ. നമുക്ക് കർത്താവായിട്ട് ആഴമായ സ്നേഹമാണ്. നമ്മുടെ കർത്താവായിട്ട് ഭയങ്കര സ്നേഹത്തിലാണെങ്കിൽ നമുക്ക് വിശ്വാസത്തിനെങ്ങാനും ഒരു കോട്ടം വരുന്നത്. എന്ത് പ്രശ്നം വന്നാലും എനിക്ക് ഭയങ്കര വിശ്വാസം. കാരണം വെച്ചാൽ എനിക്ക് ഭയങ്കര സ്നേഹം. ഇപ്പൊ കർത്താവിനോട് മാത്രം നോക്കണ്ട, ഇപ്പൊ സാറാമുസ്ലിനോട് എനിക്ക് ഭയങ്കര സ്നേഹമാണെങ്കിൽ സാറാമുസ്ലിൻ എന്നോടും ഭയങ്കര സ്നേഹമാണ്. ഞങ്ങൾ ഭയങ്കര സ്നേഹിതനാണെങ്കിൽ സാറാമുസ്ലിൻ എന്ത് പറഞ്ഞാലും ഞാൻ വിശ്വസിക്കും. ഞാൻ എന്ത് പറഞ്ഞാലും സിസ്റ്റർ വിശ്വസിക്കും. കാരണം വെച്ചാൽ ആഴമായ സ്നേഹം അവിടെ. അത് കളങ്കമില്ലാത്ത സ്നേഹം, കപടമില്ലാത്ത സ്നേഹമാണ്. അപ്പൊ ആ സ്നേഹമാണ് വിശ്വാസത്തിൽ നമ്മളെ നിലനിർത്തുന്നത്. ഇവിടെ പറയുന്ന വിശ്വാസത്തെ അതിനകത്ത് ആ വിശ്വാസം നമ്മൾ വരുന്ന അതിനെ നമ്മൾ ഇവിടെ പറയാം വിശ്വാസത്തെ എന്തിനാ അവന്റെ അവന് വേരൂന്നി ആത്മീയ വർധനം. അപ്പൊ വേരൂന്നി ആത്മീയ വർധനം. അപ്പൊ വേരെവിടെയാണ്? ക്രിസ്തുവിൽ വേരൂന്നി കഴിഞ്ഞാൽ നമുക്ക് ആത്മീയ വർധനം വരും. അപ്പൊ ആ വേരൂന്നന്റെ ഇവിടെ പറയുന്ന ഒന്ന് വിശ്വാസമാണ്. ആത്മീയ വർധന പ്രാപിച്ചു അവനിൽ വേരൂന്നി ആത്മ. അപ്പൊ ഇവിടെ പറയുന്ന ആ സ്ട്രെങ്ത് ഇൻ ദി ഫെയ്ത്ത് എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും വായിക്കാൻ പറ്റിയ വചനം അത് തന്നെയാണ്. റോമാലേഖനം 4-ാം അധ്യായത്തിന്റെ 20 തുടങ്ങി 22 വരെ വാക്യങ്ങൾ വായിച്ചോ. ദൈവത്തിന്റെ വാഗ്ദത്തത്തിങ്കൽ
അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ട് ദൈവത്തിന് മഹത്വം കൊടുത്തു. ആമേൻ. അവൻ വാഗ്ദത്തം ചെയ്ത് പ്രവർത്തിപ്പാനും ശക്തനെന്ന് പൂർണ്ണമായി ഉറച്ചു. അതുകൊണ്ട് അതവന് നീതിയായി കണക്കിട്ടു. അവന് കണക്കിട്ടു എന്ന് എഴുതിയിരിക്കുന്നത് അവനെ വിചാരിച്ചു മാത്രമല്ല, നമ്മെ വിചാരിച്ചും കൂടെ ആകുന്നു. മതി മതി സിസ്റ്റർ. ഇവിടെ പറയുന്നത് ദൈവത്തിന്റെ വാഗ്ദത്തത്തിങ്കൽ അവിശ്വാസത്താൽ സംശയിക്കാത്ത വിശ്വാസത്താൽ ശക്തിപ്പെട്ട് ദൈവത്തിന് മഹത്വം കൊടുത്തു. എന്തുകൊണ്ടാണ് ഇത് വന്നതെന്ന് വെച്ചാ ഹാലേലൂയ, എവിടെയായിരുന്നു? ക്രിസ്തുവിൽ വേരുന്ന്, അല്ലെങ്കിൽ ദൈവത്തിൽ വേരുന്ന് വെച്ചാൽ ദൈവത്തിന്റെ സ്നേഹത്തെ കുറിച്ച് അറിയായിരുന്നു. ഹാലേലൂയ. ദൈവമായിട്ട് നല്ല ആഴമായ സ്നേഹബന്ധത്തിലായിരുന്നു ഹാലേലൂയ, കർത്താവുമായിട്ടുള്ള സ്നേഹം. അതുകൊണ്ട് അവിശ്വാസത്താൽ സംശയിച്ചില്ല. സിറ്റുവേഷൻസ് എല്ലാം പ്രതി നമുക്ക് എല്ലാവർക്കും അറിയാം. ശരീരം നോക്കിയാൽ നിർജീവത്വം, ഗർഭപാത്രം ഇതായിപ്പോയി. എങ്കിലും അവിശ്വാസം സംശയം ദൈവത്തെ എന്നിട്ട് എന്താ അബ്രഹാം പറഞ്ഞ പോലെ മഹത്വം കൊടുത്തോണ്ടിരുന്നു. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു വിജയ പാസ്റ്റർ ഇങ്ങനെ സ്തോത്രം പറഞ്ഞ കുറിച്ച്, സ്തോത്രത്തെ കുറിച്ച് ദൈവത്തിന് മഹത്വം കൊടുക്കുക, നമ്മൾ സ്തോത്രം പറയുന്ന സ്തോത്രത്തെ കുറിച്ച് വിജയ പാസ്റ്റർ 1-2 കാര്യങ്ങൾ പറഞ്ഞു. സ്തോത്രം. ഒരു ദേവദാസന്റെ വീട്ടിൽ ദേവദാസനെ കൊണ്ട് സംസാരിച്ച എപ്പോഴും പുള്ളി സ്തോത്രം സ്തോത്രം സ്തോത്രം. ചെറിയൊരു വീടായിരുന്നു പുള്ളിയുടെ. വലിയ സാമ്പത്തികം ഒന്നുമില്ല, വലിയ ശുശ്രൂഷയൊന്നുമല്ല. പക്ഷേ അതിമനോഹരമായ ഒരു വീട് പണിഞ്ഞോണ്ട് അദ്ദേഹം, നല്ല വീട്. അപ്പൊ പാസ്റ്ററെ ഇതെങ്ങനെ സാധിച്ചു എന്ന് വെച്ചു പറഞ്ഞ്, ഞാൻ എൻ്റെ വീട്ടിൽ കൂടെ നടക്കുമ്പോഴല്ല കർത്താവേ എനിക്ക് നല്ല ഭവനം തന്നനാ സ്തോത്രം. നമ്മൾ കേൾക്കുമ്പോൾ സ്തോത്രേ പുറത്തു വരുന്നുള്ളൂ, പക്ഷെ ഉള്ളി പറയുന്നുണ്ട് ഹല്ലേലൂയ. അപ്പൊ അങ്ങനെ അദ്ദേഹം സ്തോത്രം പറഞ്ഞപ്പോൾ ദൈവം ഏറ്റവും മനോഹരമായ, നല്ല കാശുള്ളവർക്ക് പോലും വെക്കാൻ പറ്റാത്ത അത്ര മനോഹരമായ വീട് അവിടെ നമ്മൾ. എന്താ? ദൈവത്തിന് മഹത്വം കൊടുത്ത്. എന്താ? വാഗ്ദത്തത്തിൽ വിശ്വസിച്ചിട്ട്. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ മഹത്വം കൊടുക്കണം ദൈവത്തെ. ചില കാര്യങ്ങൾ നമ്മൾ പറയും, നമുക്ക് ചിലപ്പം നമ്മുടെ സാഹചര്യങ്ങളെല്ലാം നോക്കുമ്പോൾ ഇതിന് യാതൊരു ചാൻസും ഇല്ല. പക്ഷേ നമ്മള് ദൈവത്തിന് മഹത്വം കൊടുക്കാൻ തുടങ്ങുമ്പോഴത്തേന് ഹല്ലേലൂയ, ആ സാഹചര്യങ്ങളൊന്നും ദൈവത്തിന് വേണ്ട. വേണം, മുഖാന്തരങ്ങൾ വേണം ദൈവത്തിന്. പണ്ട് ഞാൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, എന്നോട് ദൈവം സംസാരിച്ചു ഒരിക്കൽ പറഞ്ഞ് ഹല്ലേലൂയ, നമ്മളെ സമ്പന്നരാക്കാൻ വേണ്ടി ദൈവത്തിന് മുഖാന്തരങ്ങൾ. അപ്പൊ ഞാൻ പറയുമ്പോ എന്നോട് ഓരോ കാര്യങ്ങളും പറയുമ്പോൾ പരിശുദ്ധൻ പറയുമ്പോൾ ഞാൻ എന്നാലും അത് എങ്ങനെ വരും, ഞാൻ അങ്ങോട്ട് ചോദിക്കും. അപ്പൊ നീ എന്താ എങ്ങനെ ഞാൻ പറയും, എന്നാലും അതിന് മുഖാന്തരം വേണ്ടേ? എനിക്കിപ്പോ കർത്താവിന്റെ കാശാണ്. ചിലപ്പോ വിജി സിസ്റ്റർ വെച്ചിട്ട് ദൈവാത്മ വിജി സിസ്റ്റർ അവിടെ ഇരിക്കണ അഭിജി മിനിക്ക് എത്ര പൈസ അയക്കുന്നു പറയണമെങ്കിൽ ഒരു മുഖാന്തരമാണ് വിജി സിസ്റ്റർ ഉണ്ട്, അതിനോട് വരണ്ടേ? അപ്പൊ അതുകൊണ്ടൊരു മുഖാന്തരമുണ്ട്. അപ്പൊ അതാരാ അത് ഞാൻ ചോദിക്കാം, അങ്ങനെ ചോദിക്കട്ടെ. ഹാലേലൂയ. അങ്ങനെ ചോദിക്കുമ്പോ ദൈവനീട് ഹാലേലൂയ ഒന്നും പറഞ്ഞില്ല. പിറ്റേ ദിവസം ഞാനിങ്ങനെ നമ്മുടെ മനോരമ ഓൺലൈൻ, നമ്മുടെ ഗൂഗിൾ എടുക്കുമല്ലോ, മനോരമ ഓൺലൈൻ്റെ ന്യൂസ് ഞാൻ കണ്ടു. ഞാൻ നമ്മൾ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഫിലിപ്പീൻസില് ഒരു ശവപ്പെട്ടി നിർമ്മിക്കുന്ന ഒരാള്, അയാള് ശവപ്പെട്ടി വിശ്വാസിയാ, ശവപ്പെട്ടി ഉണ്ടാക്കുന്ന ആളാ. അയാൾ നിൽക്കുമ്പോൾ അയാൾക്ക് പാടത്തിലേക്ക് ആകാശത്തുനിന്ന് ഉൽക്ക വന്നു വീണു. ഹാലേലൂയ. ഈ ഉൽക്ക കോടിക്കണക്കിന് രൂപ വിലയുള്ളതായിരുന്നു. അയാൾ ഭയങ്കര ഇട്ടിട്ട് ഭയങ്കര കോടീശ്വരനായി. അങ്ങനെ സഭയ്ക്കൊക്കെ കുറെ പൈസ കൊടുത്തു. അങ്ങനെ ഒരു ന്യൂസ് ഞാൻ അത് കണ്ടു. അപ്പൊ ഇത് ഞാൻ വായിച്ചാൽ പറഞ്ഞതിന്റെ നെക്സ്റ്റ് ഡേ അത് കാണുക. അപ്പൊ വായിച്ചോണ്ടിരിക്കുന്ന ദൈവനെ വെച്ച് ഏത് മുഖാന്തരം പ്രവർത്തിച്ചെന്ന് ചോദിച്ച് അല്ലല്ല. അപ്പൊ നമ്മളിങ്ങനെ ചോദിക്കും, എന്നാലും അത് എവിടുന്ന് വരും, എങ്ങനെ വരും, ആര് കൊണ്ട് തരും? ഇതൊക്കെ നമ്മുടെ ചോദ്യം സ്ഥിരമായിട്ട്. ഹല്ലേലൂയ. നമ്മളപ്പോ തന്നെ ചിന്തിക്കും ഇന്നാൾ വഴി ആയിരിക്കും, അല്ല ഇന്നാളായിട്ടേക്ക് ദൈവം പറയുന്നത്. ഇങ്ങനെ നമ്മൾ നമ്മുടെ ബുദ്ധിക്ക് അനുസരിച്ച് ചിന്തിക്കും. അപ്പൊ ദൈവം എനിക്കിത് കാണിച്ചത് ചോദിച്ചു, ഹല്ലേലൂയ, ഇതിൽ ആരാ പ്രവർത്തിച്ചെന്ന് ചോദിച്ചു, എന്തായിരുന്നു മുഖാന്തരം എന്ന് ചോദിച്ചു. അപ്പൊ അന്ന് തുടങ്ങി എനിക്കറിയാം ദൈവത്തിന് പ്രവർത്തിക്കാനായിട്ട് ഒരു മുഖാന്തരം. അതുകൊണ്ട് പല ദേവദാസന്മാരും പറയുന്നത് കേൾക്കുമ്പോൾ ഞാനത് സമ്മതിക്കത്തില്ല. കാരണം പറയും, ദൈവം പ്രവർത്തിക്കുക. നമ്മൾ വെറുതെ എന്നിട്ട് കാര്യം, നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ ദൈവം അതുമേ പ്രവർത്തിക്കും. അല്ലെങ്കിൽ ഒന്നില്ല അച്ചാർ കമ്പനിയെങ്കിലും തുടങ്ങും, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തുടങ്ങും, അതുമേ ദൈവം അത് വർദ്ധിപ്പിച്ചു തരും. അപ്പൊ എനിക്കത് നേരെ ഓപ്പോസിറ്റ് ദൈവം പറഞ്ഞു. ഞാൻ അങ്ങനെ അത് ചെയ്യണമെന്ന് വിചാരിച്ച് ചെയ്തപ്പോൾ ദൈവം പറഞ്ഞു നീ അത് ചെയ്യണ്ട എന്ന് പറഞ്ഞു. പക്ഷെ അത് ചെയ്തിട്ടുള്ള കയ്യിലെ കാശും കൂടെ പോയല്ലാതെ ഒരു പ്രയോജനം. കാരണം വെറുതെ ഇരിക്കുന്ന ദൈവം പ്രവർത്തിക്കും. എന്റെ ലൈഫിൽ അങ്ങനെ ചെറിയ എന്തെങ്കിലുമൊക്കെ ഡൈവേർട്ട് ആയി നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടി വെറുതെ എങ്ങനെയൊക്കെ സാറാ പുസ്തകമൊക്കെ അറിയാം. നമ്മൾ പറയാം, നമ്മുടെ ഗ്രൂപ്പിൽ കുറച്ച് വർഷങ്ങളായിട്ട് ഞാൻ അങ്ങനെ എന്ത് ചെയ്താലും അത് പോയി കിട്ടും. കാരണം ദൈവം പറഞ്ഞിരുന്നു എന്നോട് വെറുതെ ഇരിക്കാനാ, മിണ്ടാതിരുന്ന് ഞാൻ ദൈവം എന്ന് അറിഞ്ഞു കൊടുക്കാനാ പറഞ്ഞേക്കുന്നത്. അപ്പൊ മിണ്ടാതിരുന്ന് ദൈവം എന്ന് അറിയാൻ പറഞ്ഞെടുത്ത് നമ്മൾ മിണ്ടാൻ പോയി കഴിഞ്ഞാൽ ഹല്ലേലൂയ, ആമേൻ, ദൈവം നമുക്കിട്ട്
നമ്മൾ അതിലൊന്നും നമ്മൾ സക്സസ് ആകത്തില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയാം, ദൈവത്തിന് പ്രവർത്തിക്കേണ്ട ഒരു മുഖാന്തരം വേണ്ട. അതൊരു അബ്രഹാം നോക്കിയപ്പോ സാഹചര്യങ്ങൾ നോക്കി അബ്രഹാം ആരോടെങ്കിലും അന്ന് പറയാണ്, അതെ ദൈവം പറഞ്ഞ് ഞങ്ങൾക്ക് ഒരു കുഞ്ഞിനെ തരുന്നു. അവര് ചോദിച്ചത് നിങ്ങൾക്ക് ഭ്രാന്താണോ ചോദിച്ചത്, നിങ്ങൾ ചുക്കിച്ചെറിയ ശരീരമായിട്ട്, അല്ലെങ്കിൽ ഈ കിളവി അയക്കുന്ന സ്ത്രീയാണോ നിങ്ങൾക്ക് ഇനി കൊച്ചിനത്തെ പ്രസവിക്കാൻ പോകുന്നത് ചോദിക്കും അല്ലേ. ഇന്നിപ്പോ ഞാൻ സാറാമസ്ത നോക്കിയിട്ട് സാറാമസ്ത ദൈവം നിങ്ങൾക്ക് ഒരു കുഞ്ഞിനോട് തരാമോ, സാറാമസ്ത എന്റെ പൊന്നു മനസ്സിൽ വേറെ എല്ലാം പറയുന്നു. ഇങ്ങനെ കോമഡി അടിക്കല്ലേ പറയും, ഇങ്ങനെ ഭ്രാന്ത് പറയല്ലേ പറയും. കാരണം എന്താ പറയട്ടെ, അല്ല സാഹചര്യം നോക്കിയാൽ നോ ചാൻസ്. ഹല്ലേലൂയ. അമ്മ എന്താ വെച്ചാൽ നമുക്ക് ബുദ്ധിക്ക് ചിന്തിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലും ഇവിടെ അബ്രഹാം അത് വിശ്വസിച്ചു. താറാമസ്ക്ക് ചിരി അടക്കാൻ പറ്റുന്നത്, താറാമസ്ക്ക് ചിരി കൊച്ചിനെ കൊടുത്താലും താറാമസ് ചിന്തിക്കാൻ ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. ചിരിക്കണേടാ, സാറായോട് ചോദിച്ച പോലെ ചോദിക്കണേ, എന്താ ചിരിച്ചതെന്ന് ചോദിക്കാൻ. സാറ പറയുന്നത് ഇല്ല ഞാൻ ചിരിച്ചു, പക്ഷേ ഇപ്പൊ അതുപോലെ ചിരിക്കണ്ട. ഹല്ലേലൂയ. ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. ഹല്ലേലൂയ. ആമ ഇവിടെ അല്ല ദൈവത്തിന് മഹത്വം കൊടുത്തു. അപ്പൊ നമുക്കൊക്കെ പലപ്പോഴും നമ്മുടെയൊക്കെ പ്രശ്നം എന്ന് വെച്ചാൽ നമുക്കത് അക്സെപ്റ്റ് ചെയ്യാൻ തന്നെ ബുദ്ധിമുട്ടാണ്. രണ്ടാമത് ലഭിച്ചാൽ മഹത്വം കൊടുക്കാൻ ബുദ്ധിമുട്ടാണ്. കാരണം ലഭിക്കുമെന്ന് വിശ്വസിക്കാതെ എങ്ങനെയാ മഹത്വം കൊടുക്കുന്നത്? അപ്പൊ ലഭിക്കുമെന്ന് വിശ്വസിച്ചാൽ മാത്രമേ നമുക്ക് മഹത്വം കൊടുക്കാൻ പറ്റൂ. ഇതും എന്നാൽ ഞാൻ ഒരാൾ പ്രാർത്ഥിക്കാൻ വിളിച്ചപ്പോ അല്ലെങ്കിൽ ഈ ട്രിക്ക് ഞാൻ പറഞ്ഞു കൊടുത്തു. അല്ലെ അതിനങ്ങ് സ്തോത്രം ചെയ്തു. സാഹചര്യമൊക്കെ പ്രതികൂലമാണ് നിൽക്കുന്നെങ്കിലും ഹാലയില് അത് ലഭിച്ചതിനായ സ്തോത്രം പറഞ്ഞുകൊണ്ട് നടക്കാൻ പറഞ്ഞു വീട്ടിലൂടെ. ഹാലെ അമ്മ അത് ദൈവം ഹാലെ നമുക്ക് ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്ത് നോക്കണം. അല്ല അബ്രഹാമിയുടെ എല്ലാ സകല അവിശ്വാസത്താൽ ക്ഷീണിക്കാതെ അമ്മ വിശ്വസിച്ചുകൊണ്ട് അമ്മ വിശ്വാസത്തെ ശക്തിപ്പെട്ടത് എഴുതിയേക്കുന്നത്. അമ്മ വിശ്വാസത്തെ ശക്തിപ്പെട്ട് അവിടെ സ്ട്രെങ്തൻ ഇൻ ഫെയ്ത്ത് എന്ന് എഴുതിയേക്കുന്നത്. ഹാലയില് വിശ്വാസ ശക്തിപ്പെട്ടിട്ട് ദൈവത്തിന് മഹത്വം. അപ്പൊ നമ്മൾ വിശ്വാസത്താൽ ശക്തിപ്പെടുമ്പോഴാണ് നമ്മുടെ അതരത്തിൽ നിന്ന് അറിയാണ്ട് സ്തോത്രം വരുന്നത്. അമ്മ ചില കാര്യങ്ങൾ നമ്മുടെ മുമ്പിൽ അസാധ്യമാണ്, ചില കാര്യങ്ങൾ നമ്മുടെ പ്രതികൂലമാണ്. അവിടെ വലിയൊരു ഫൈറ്റിംഗ് അല്ലെ പ്രതിസന്ധി നമ്മൾ നിൽക്കുകയാണെങ്കിൽ നമ്മൾ എന്താണ് വിശ്വസിക്കണം, അതിൽ ധൈര്യപ്പെടണം, എന്നിട്ട് അതിന് മഹത്വം കൊടുക്കണം. ഹാലയില് ചിലപ്പം നമുക്ക് അന്നേരം ആ വിശ്വസിക്കാൻ പറയുന്ന സമയത്ത് 1% പോലും ചാൻസ് ഇല്ലാത്തത് വിശ്വസിക്കാൻ പറഞ്ഞു. പക്ഷേ വിശ്വസിച്ച് കഴിഞ്ഞാൽ ഹാലൂയ നമ്മൾ തന്നെ മറ്റുള്ളവർക്ക് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്ന സമയത്തും നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ വിശ്വാസം വരും. അവര് മരിക്കത്തില്ല, അവർ ജീവനോട് ദൈവത്തിന്റെ പ്രവൃത്തികളെ വർണ്ണിക്കുമെന്ന് പറയും. ഡോക്ടർമാർ പറയുന്നത് ഒരു രക്ഷയില്ലെന്ന് പറയും. പക്ഷെ നമുക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ നമ്മൾ അത് വീണ്ടും ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പോലും അറിയാതെ അവർ പോലും അറിഞ്ഞിട്ട് അവരുടെ ശരീരത്തിൽ മാറ്റം വരും. ഹല്ലേലൂയ. അപ്പൊ ഏത് സാഹചര്യത്തിലാണെങ്കിലും ഞാൻ പറയാ, നിങ്ങൾ അവിശ്വാസികളാകല്, വിശ്വാസ ശക്തിപ്പെട്ടു. അപ്പൊ സ്ട്രെങ്തൻ ഇൻ ഫെയ്ത്ത്. അപ്പൊ എന്തിനാണ് അബ്രഹാം തന്നെയാണ് ഏറ്റവും നല്ല എക്സാമ്പിൾ. ഹല്ലേലൂയ. അവിടെ അടുത്ത നമ്മളെ വിശ്വാസത്താൽ ശക്തിപ്പെട്ടും ദൈവത്തിന് നിങ്ങൾക്ക് ഉപദേശം ഒത്തവണ്ണം വിശ്വാസത്തെ ഉറച്ചും ആത്മീയ വർധന പ്രാപിച്ചും നിങ്ങൾക്ക് ഉപദേശം വിശ്വാസത്തെ ഉറച്ചു. അടുത്ത് സ്തോത്രത്തിൽ കവിഞ്ഞു. അപ്പൊ വിശ്വാസം ശക്തിപ്പെടുന്നത് ഈ വചനത്തിൽ തന്നെ. അതുകൊണ്ട് വിശ്വാസം ശക്തിപ്പെടുന്നവർ എന്ത് ചെയ്തറിയാ, സ്തോത്രം വന്നുകൊണ്ടേയിരിക്കും. സ്തോത്രത്തെ കവിഞ്ഞും എന്ന് വെച്ചാൽ നിറഞ്ഞു ഒഴുകുന്ന പോലെ എപ്പോഴും സ്തോത്രം വരും. അപ്പൊ എവിടെന്നായി സ്തോത്രം വരുന്ന വെച്ചാൽ ഒരു വിശ്വാസം ശക്തിപ്പെടുന്നവനാ സ്തോത്രം. ആരാ വിശ്വാസം ശക്തിപ്പെടുന്ന വെച്ചാൽ അവനിൽ വേരൂന്നവരാ ശക്തിപ്പെടുന്നത്. അവന് വേരൂന്ന് ആരെന്ന് വെച്ചാൽ അവന്റെ കൂട്ടായ്മ നടക്കുന്ന അവന്റെ കൂട്ടായ്മ നടക്കണമെങ്കിൽ ഹാലേലിയ അവന്റെ വിശ്വാസത്താൽ നിലനിൽക്കണം നമ്മൾ. അല്ലെങ്കിൽ നമ്മൾ അവനിലെ കർത്താവ് യേശു ക്രിസ്തു നിലനിൽക്കണം. അപ്പൊ കർത്താവ് യേശു ക്രിസ്തു നിലനിന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയാ, അവന്റെ കൂട്ടായ്മയിൽ നമ്മൾ നടക്കും. കൂട്ടായ്മയിൽ നമ്മൾ നടന്നു തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ അവനിൽ വേരൂന്നും ക്രിസ്തുവിൽ വേരൂന്നും അവന്റെ സ്നേഹത്തിൽ വേരൂന്നും. അങ്ങനെ വേരൂന്നിക്കഴിഞ്ഞാൽ നമ്മൾ ഓരോ ദിവസം കഴിയും നമ്മൾ ആത്മീയ വർദ്ധന പ്രാപിച്ച് നമ്മൾ എന്ത് ചെയ്യുന്ന ദൈവത്തിന്റെ ഒത്തവണ്ണം നമ്മൾ ഉറച്ചു നിൽക്കും. അത് കഴിഞ്ഞ് അങ്ങനെ നിൽക്കുന്ന ആൾക്കാർ എപ്പോഴും അവരുടെ വായിൽ അവരുടെ അതരത്തിൽ സ്തോത്രമുണ്ടാകും. ഹാലേലിയ. ഇതാണ് നമ്മുടെ ഇന്നത്തെ മെസ്സേജ്. ഹാലേലിയ. ഈ വചനം ദൈവം തന്നപ്പോ ഞാൻ ഇങ്ങനെ ഇതിൽ ഹാലേലിയ ചിന്തിച്ച് എടുത്തത് ഞാൻ പറയാം, ഒരു വിശ്വാസി ഇത്രയും കാര്യം ഈ കുഞ്ഞൊരു ഈ 2 വാക്യത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു വിശ്വാസി തെക്കഞ്ഞവനായി, ദൈവത്തിന് പ്രസാദമുള്ളവനായി, ദൈവത്തിന് ഇഷ്ടം ചെയ്യുന്നവനായി, ഓരോരുത്തും പരാജയപ്പെടാത്തവന് നിൽക്കാൻ പറ്റും. ഈ 2 വാക്യം മെഡിറ്റേറ്റ് ചെയ്താൽ നമ്മൾ നമ്മള് ക്രിസ്തുവിൽ അവിടെ പറയുന്നത് കർത്താവെ ക്രിസ്തുവിനെ കൈക്കൊണ്ട് കഴിഞ്ഞ് അവന്റെ കൂട്ടായ്മ നടക്കാം. നമ്മൾ അപ്പോസ്തലപ്രവൃത്തി വായിച്ചാൽ നമുക്കറിയാം അവര് കർത്താവ് യേശു ക്രിസ്തുവിനെ കൈക്കൊണ്ട് അവർ ദിനം പ്രതി സഭയോട് ചേർന്ന് അവര് ഒരുമനപ്പെട്ട് പ്രാർത്ഥിച്ച് അപ്പം നുറുക്കി കൂട്ടായ്മ ആചരിച്ചു അല്ലെ. അവര് അപ്പോസ്തലന്മാർ ഉപദേശത്താൽ നിലനിന്നു.
അവർ വെറുതെ അല്ല അവിടെ പോയി കൂട്ടായ്മ കൂടിയതും അപ്പം നുറുക്കിയതും ഹല്ലേലൂയ ആമേൻ ചെയ്ത് അപ്പോസ്തലന്മാർ കൊടുത്ത ഉപദേശത്തിൽ അവർ നിലനിന്നിട്ടാ. അപ്പൊ വിശ്വാസത്തിലേക്ക് വന്ന ഉപദേശത്തിൽ നിലനിൽക്കണം. ഹല്ലേലൂയ. അവന്റെ ഉപദേശം, ആരുടെ ഉപദേശം? ചുമ്മാ എന്റെ ഉപദേശം കൊടുത്തിട്ട് ആരും അല്ല, കർത്താവ് ക്രിസ്തുവിന്റെ ഉപദേശം നിലനിൽക്കണം. കർത്താവ് ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ വേരൂന്നണം. കർത്താവെ ക്രിസ്തുവിന്റെ വിശ്വാസത്തിൽ നമ്മൾ അടിസ്ഥാനം അല്ലെങ്കിൽ സ്ട്രെങ്തൻ ചെയ്ത് ഓരോ ദിവസവും നമ്മൾ ആത്മീയ വർധന പ്രാപിച്ചു വരണം. അവിടെയാണ് നമ്മൾ വിശ്വാസത്തിൽ നമ്മൾ വലിയ വീരന്മാരായി മാറും. അപ്പൊ നമുക്ക് കാര്യങ്ങൾ നടക്കുന്നതിന് മുമ്പ് എല്ലാം പ്രതികൂലമായിരിക്കുമ്പോൾ എല്ലാം ഒരു ചാൻസും ഇല്ലാതിരിക്കുന്ന അവസ്ഥയിൽ നമ്മൾ ദൈവത്തിന് മഹത്വം കൊടുക്കാൻ തുടങ്ങും. ഹാലേലിയ. അപ്പൊ ആ മഹത്വം അങ്ങനെ ആകുമ്പോൾ നമ്മൾ ഒരിടത്തും പരാജയപ്പെട്ടു പോകത്തില്ല, ഒരിടത്തും ക്ഷീണിച്ചു പോകത്തില്ല. നമ്മുടെ ജീവിതത്തിൽ ഏത് സാഹചര്യത്തിൽ കൂടെ കടന്നു പോയാലും നമ്മളെപ്പോഴും ക്രിസ്തുവിൽ അടിസ്ഥാനപ്പെട്ടവരാന്ന് തെളിയിച്ചു കൊണ്ടേയിരിക്കും. ഞങ്ങളുടെ അടിസ്ഥാനം പാറമേൽ അടിസ്ഥാനമായിട്ട് വീടിനെ കുറിച്ച് ദൈവത്തിന്റെ വചനം പറയുന്നത്, അറ്റടിച്ച് തിരമാല ആർത്തലച്ച് വന്ന് അടിച്ചാലും ആ വീട് കുലുങ്ങത്തില്ല. കാരണം അത് ക്രിസ്തുവിൽ അടിസ്ഥാനമിട്ട്. അതുപോലെ നമ്മൾ അവനിൽ വേരൂന്നണം. ഹല്ലേലൂയ. അവന്റെ ഉപദേശത്തിൽ നിലനിൽക്കണം. ഹല്ലേലൂയ. അവനിൽ തന്നെ വേരൂന്നിട്ട് നമ്മൾ ആത്മീയവർദ്ധന പ്രാപിച്ചു വരണം. അപ്പൊ നമ്മളുടെ സ്തോത്രത്തിൽ കവിയുന്നവരായി ഓരോ ദിവസം ദൈവത്തിന് മഹത്വം കൊടുത്ത് മുൻപോട്ട് പോവാം. ഈ വചനത്തിൽ എല്ലാവരും അനുഗ്രഹിക്കുമാറാട്ടെ. ആമേൻ. സ്തോത്രം. ഗോഡ് ബ്ലസ് യു.